Hello students. So ഇന്ന് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ, ദാറ്റ് ഈസ് ഫ്ലൂയിഡ് മെഷീനറി. ബേസിക്കലി ഈ ഒരു മൊഡ്യൂളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഫ്ലൂയിഡ് മെഷീനറി എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ റെഡ്യൂസ് ചെയ്ത ഒരു മൊഡ്യൂളിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ ഞാൻ എടുക്കുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിച്ച കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി തന്നെ ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ ഈ ഒരു ക്ലാസ് മേ ബി കുറച്ചൊന്ന് ലെങ്തി ആയിരിക്കും. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിലെ 1/4 പോർഷൻസ് ഈ ഒരു സെഷനോട് കൂടി ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഒരു ഫ്ലൂയിഡ് മെഷീനറി അല്ലെങ്കിൽ ഹൈഡ്രോളിക് മെഷീനറി എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഹൈഡ്രോളിക് മെഷീൻസ് ആർ ഡിഫൈൻഡ് as those machines which convert either hydraulic energy into mechanical energy or mechanical energy into hydraulic energy. അതായത് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ബേസിക്കലി മെഷീൻസ് ആണ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ മെഷീൻസ് ആണ്. സോ ദാറ്റ് അതെന്തായിരിക്കും? ഒന്നെങ്കിൽ ഹൈഡ്രോളിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ കൺവേർഷൻ ചെയ്യുന്ന മെഷീനറീസിനെ നമ്മൾ ഹൈഡ്രോളിക് മെഷീൻസ് എന്നാണ് ടുഗദർ പറയാറുള്ളത്. ഇനി നമുക്ക് നോക്കാം ഓരോ ഏതൊക്കെ മെഷീൻസ് ആണ് ഹൈഡ്രോളിക് എനർജി മെക്കാനിക്കൽ എനർജി ആക്കുക, അതുപോലെ തന്നെ മെക്കാനിക്കൽ എനർജി ഹൈഡ്രോളിക് എനർജി ആക്കുക ഏതൊക്കെ ഡിവൈസസ് ആണെന്നുള്ളത് മുന്നിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, the hydraulic machines which converts hydraulic energy into mechanical energy are called turbines. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേസാണ് പറയുന്നത്. ഹൈഡ്രോളിക് എനർജി മെക്കാനിക്കൽ എനർജി ആക്കുന്ന ഡിവൈസുകളെ അല്ലെങ്കിൽ മെഷീനറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടർബൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ടർബൈൻസിന്റെ ഫംഗ്ഷൻ എന്താണ്? നമുക്കുള്ള അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ ഹെഡ് അല്ലെ, ഒരു ഹൈറ്റിൽ നിൽക്കുന്ന വാട്ടറിന് എന്താണ്? തീർച്ചയായും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും അല്ലേ. സോ ആ ഒരു വാട്ടറിന്റെ പ്രോസസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഈ കൺവേർഷൻ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടർബൈൻ്റെ ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്നതായിരിക്കും. ഫോർ ദ ടൈം ബീങ് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലായിരിക്കുക. ടർബൈൻസിന്റെ പർപ്പസ് എന്താണ്? ടർബൈൻസ് ആർ ഹൈഡ്രോളിക് മെഷീൻസ് വിച്ച് കൺവേർട്സ് ഹൈഡ്രോളിക് എനർജി ദാറ്റ് പ്രോസസ്ഡ് ബൈ വാട്ടർ ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കാം. ഇനി the electric power which is obtained from the hydraulic energy അല്ലെങ്കിൽ എനർജി ഓഫ് വാട്ടർ ഈസ് നോൺ ആസ് ഹൈഡ്രോഇലക്ട്രിക് പവർ. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അറ്റ് പ്രസന്റ് ദി ജനറേഷൻ ഓഫ് ഹൈഡ്രോഇലക്ട്രിക് പവർ ഈസ് ദി ചീപ്പസ്റ്റ് ആസ് കമ്പയർഡ് ബൈ ദി പവർ ജനറേറ്റഡ് ബൈ അതർ സോഴ്സസ് സച്ച് ആസ് ഓയിൽ, കോൾ എക്സെട്ര. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം. ഈവൻ ദോ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വളരെ മാസീവ് ആണെങ്കിലും നമ്മളൊരു ലോങ് ടേമിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എക്കണോമിക്കലും ചീപ്പും ആയിട്ടുള്ള എനർജി ജനറേഷൻ മെത്തേഡാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആസ് കമ്പയർഡ് ടു എന്ത്? ഓയിൽ, കോൾ, തെർമൽ ബേസ്ഡ് പവർ പ്ലാന്റ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം. യെസ്, ഒബ്വിയസ്ലി എന്താണ് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിന് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊക്കെ നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഫോർ ദ ടൈം ബീങ് നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക ഇപ്പോൾ. ഓക്കെ, വൈൽ ദി ഹൈഡ്രോളിക് മെഷീൻസ് വിച്ച് കൺവേർട്ട് ദി മെക്കാനിക്കൽ എനർജി ഇൻ ടു ഹൈഡ്രോളിക് എനർജി ആർ കോൾഡ് പമ്പ്. അപ്പം നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറഞ്ഞാൽ? ഒന്നെങ്കിൽ ഹൈഡ്രോളിക് എനർജി മെക്കാനിക്കൽ എനർജി ആക്കും ഡിവൈസസിന് നമ്മൾ ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയും. പിന്നെ മറ്റൊരു കാറ്റഗറി ഓഫ് മെഷീൻസ്, അതായത് അതും ഹൈഡ്രോളിക് മെഷീൻസ് തന്നെയാണ്, അതെന്താണ്? മെക്കാനിക്കൽ എനർജി ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ അങ്ങനെ മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെഷീൻസിനെയാണ് നമ്മൾ പമ്പ് എന്ന് പറയാറുള്ളത് അല്ലേ. എന്താണ് പമ്പിൻ്റെ പർപ്പസ്? നമ്മളുടെ ടർബൈൻ്റെ പർപ്പസ് നേരെ ഓപ്പോസിറ്റ് പർപ്പസ് ആയിരിക്കും എന്തുണ്ടാകുക? പമ്പിന് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ പമ്പ് ആ ഒരു രീതിയിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. പമ്പിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ലോവർ ബോട്ടത്തിലുള്ള അല്ലെങ്കിൽ ലോവർ ലെവലിലുള്ള വാട്ടറിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പമ്പ് ചെയ്ത് ഒരു ഹയർ എലിവേഷനിലേക്ക് എത്തിക്കുകയാണ് പമ്പിൻ്റെ ഫംഗ്ഷൻ അല്ലേ. അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബേസിക്കലി അവിടെ നമ്മൾ മെക്കാനിക്കൽ എനർജിയാണ് സപ്ലൈ ചെയ്യുന്നത് അല്ലേ. ആ ഒരു മെക്കാനിക്കൽ എനർജിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രോളിക് എനർജി ആയിട്ട് അല്ലെങ്കിൽ ഒരു വാട്ടർ ഹെഡിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ ഒരു ഹൈറ്റിലേക്ക് എത്തിക്കുന്നു. സോ അതാണ് പമ്പ്. ഓക്കെ, ദ സ്റ്റഡി ഓഫ് ഹൈഡ്രോളിക് മെഷീൻസ് കൺസിസ്റ്റ് ഓഫ് സ്റ്റഡി ഓഫ് ടർബൈൻസ് ആൻഡ് പമ്പ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈഡ്രോളിക് മെഷീൻസിൽ വരുന്ന രണ്ട് കാറ്റഗറി ഓഫ് ഐറ്റംസ് ആണ് എന്ത്? ടർബൈൻസ്, പമ്പ്. അപ്പോൾ അതിൻ്റെ ഹൈഡ്രോളിക് മെഷീനറിയിൽ നമ്മൾ അതിൻ്റെ സ്റ്റഡിയാണ്, അതായത് ടർബൈൻ്റെയും പമ്പിൻ്റെയും സ്റ്റഡിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. ഓക്കെ, കാരണം ഇതൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ടർബൈൻസിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ നമുക്ക് പ്രധാനമായും 3 ടർബൈൻസിനെയാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ പെൽറ്റൺ ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ ആൻഡ് കപ്ലാൻ ടർബൈൻ. ഈ 3 ടർബൈൻ്റെ വർക്കിംഗ്, ഇതിൻ്റെ ന്യൂമറിക്കൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഒരു വർക്കിംഗ് എങ്കിലും അറിഞ്ഞിരിക്കണം. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട് ഈ 3 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് 15 മാർക്കിന്. ഓക്കെ,
അപ്പോൾ ഇത്രയുമാണ് ടർബൈനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി പമ്പിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടൈപ്സ് ഓഫ് പമ്പ്സിനെയാണ് പഠിക്കേണ്ടത്. സെൻട്രിഫ്യൂഗൽ പമ്പും അതുപോലെ റെസിപ്രോക്കേറ്റിംഗ് പമ്പുമാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുന്നിലേക്ക് പോകുമ്പോൾ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ഡെഫിനിഷൻസ് ഓഫ് ഹെഡ് ആൻഡ് എഫിഷ്യൻസീസ് ഓഫ് എ ടർബൈൻ എന്ന ടോപ്പിക്. അപ്പോൾ ഇതിൽ പ്രധാനമായും നമുക്ക് 2 തരം ഹെഡുകളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എഫിഷ്യൻസീസ് ഓഫ് എ ടർബൈനും നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ഒരു ടിപ്പിക്കൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഈ ഒരു രീതിയിലാണ് ഒരു ടിപ്പിക്കൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ലുക്ക് ലൈക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഡാം നമ്മൾ ഒരു ഹൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്യും അല്ലേ. എത്രത്തോളം ഹൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഹൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ആൻഡ് ഈ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്താൽ നമുക്ക് എന്താണ് ഇവിടെ വാട്ടറിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും അല്ലേ. ആൻഡ് ഈ ഒരു ഡാമിൻ്റെ ഔട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പെൻസ്റ്റോക്ക് വഴി നമ്മൾ ഡാമിൽ നിന്ന് വാട്ടറിനെ ഔട്ടിലേക്ക് എടുക്കും അല്ലേ. ആ ഒരു പെൻസ്റ്റോക്ക് ദെൻ നമ്മൾ എന്ത് ചെയ്യും, പരമാവധി എത്രത്തോളം താഴ്ചയിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം താഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യാം, എത്തിച്ചിട്ട് അവിടെ നമ്മളൊരു ടർബൈൻസ് കൺസ്ട്രക്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മൾ പരമാവധി താഴ്ചയിലേക്ക് ടർബൈൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? കാരണം നമുക്ക് എത്രത്തോളം ഈ ഹെഡ് കണ്ടോ, ഈ ഒരു ഹെഡ് റേസ് ലെവലും ഈ വാട്ടറിൻ്റെ ടോപ്പ് സർഫസിലുള്ള ലെവലാണ് നമ്മളുടെ ഹെഡ് റേസ് ലെവൽ എന്ന് പറയാറുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ബോട്ടം മോസ്റ്റ് ലെവലിനെയാണ് നമ്മൾ ടെയിൽ റേസ് ലെവൽ എന്നും പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹെഡ് റേസ് ലെവലും ടെയിൽ റേസ് ലെവലും തമ്മിലുള്ള ഹെഡ് അല്ലെങ്കിൽ ഹൈറ്റ് എത്രത്തോളം ഉയർത്താൻ സാധിക്കുമോ അത്രത്തോളം ഉയർത്തുന്നത് നമുക്ക് കിട്ടുന്ന എനർജി അല്ലെങ്കിൽ വാട്ടർ പവർ ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യും. കാരണം എന്താണ്, നമുക്കറിയാം വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ P=H റോ G ആണെന്ന് അറിയാം അല്ലേ. ഈ എച്ചും റോയും കോൺസ്റ്റൻ്റ് ആയിരിക്കും, റോയും ജിയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ആകെ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് H എന്നുള്ള ഹൈറ്റ് എന്നുള്ള പാരാമീറ്ററിനെ മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്രത്തോളം ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നോ അത്രത്തോളം അഡ്വാൻറ്റേജസ് ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിന് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹെഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഹെഡാണ് ഗ്രോസ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രോസ് ഹെഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും HG വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഗ്രോസ് ഹെഡിൽ എന്തൊക്കെയാണ് വരുന്നത്? അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഗ്രോസ് ഹെഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഹെഡ് റേസ് ലെവൽ ആൻഡ് ടെയിൽ റേസ് ലെവൽ വെൻ നോ വാട്ടർ ഈസ് ഫ്ലോയിങ് ഈസ് നോൺ ആസ് ഗ്രോസ് ഹെഡ്. അപ്പോൾ സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്യേ നമ്മളിവിടെ ഒരു പെൻസ്റ്റോക്ക് വാൽവ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്, വാട്ടറിന് യാതൊരുവിധ ഫ്ലോയും ഇല്ല. അപ്പോൾ ഉള്ള ഹെഡ് ഡിഫറൻസിനെ, അതായത് ഈ ഒരു ടെയിൽ റേസ് ലെവലും ഹെഡ് റേസ് ലെവലും തമ്മിലുള്ള ഒരു ഹെഡ് ഡിഫറൻസ് അല്ലെങ്കിൽ ഹൈറ്റ് ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോസ് ഹെഡ് എന്ന് പറയാറ്. അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക HG വെച്ചിട്ടാണ്. ഓക്കെ, എന്നാൽ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രത്തോളം ഹെഡ്, ഈ ഗ്രോസ് ഹെഡ് നമുക്ക് യാതൊരു കാരണവശാലും ഈ ടർബൈൻ്റെ അല്ലെങ്കിൽ ടെയിൽ റേസ് ലെവലിലേക്ക് എത്തിച്ചേരില്ല, അല്ലെങ്കിൽ ടർബൈൻ്റെ ഇൻലെറ്റിലേക്ക് എത്തിച്ചേരില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം പെൻസ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ, ഈ കാണുന്നത് പോലെയല്ല, ഒരുപാട് കിലോമീറ്റേഴ്സ് ഓഫ് ലെങ്ത് ഉള്ളൊരു പൈപ്പാണ് ഈ പെൻസ്റ്റോക്ക് പൈപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ വാട്ടർ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ്, വിസ്കോസിറ്റി കാരണം എന്താണ്, അതിന് കുറച്ച് പവർ ലോസ് ഉണ്ടായിരിക്കും. ഓക്കെ, മാത്രമല്ല ഈ പെൻസ്റ്റോക്കുകൾ ഒരുപാട് ബെൻഡുകൾ ഉണ്ടാവും പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ഈ ബെൻഡുകളൊക്കെ ഉണ്ടാകുന്നതിനനുസരിച്ച് എന്താണ്, പലതരം മൈനർ ലോസുകളും പവർ ലോസുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എൻറ്റയർ ഗ്രോസ് ഹെഡ് നമുക്ക് ഒരിക്കലും ടെയിൽ റേസിൻ്റെ കിട്ടില്ല, അല്ലെങ്കിൽ ടർബൈനിലെ ഇൻലെറ്റിൽ കിട്ടില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പം സം എമൗണ്ട് ഓഫ് എനർജി എന്താണ്, അല്ലെങ്കിൽ പവർ എന്താണ്, ലോസ്റ്റ് ആയി പോയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ലോസ്റ്റ് ആയി പോകുന്ന പവറിനെ നമ്മൾ ഹെഡിൻ്റെ ടേംസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ആ ഒരു പവറാണ് HF. ബേസിക്കലി മേജറായിട്ട് ഈ പവർ ലോസ് ഉണ്ടാകുന്നത് ഫ്രിക്ഷൻ കാരണമാണ്. സോ ആ ഒരു ഫ്രിക്ഷൻ കാരണമുള്ള ഹെഡ് കുറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, HF വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു HF എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഗ്രോസ് ഹെഡിൽ നിന്ന് ഫ്രിക്ഷണൽ ഹെഡ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് കിട്ടുന്ന നെറ്റ് ഹെഡ് അല്ലേ. അത്രയും ഹെഡാണ് നമുക്ക് എഫക്റ്റീവ് ഹെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നത് ഈ നെറ്റ് ഹെഡ് ആയിരിക്കും. കാരണം എന്താണ്, ഗ്രോസ് ഹെഡിൽ നിന്ന് കുറച്ച് ഫ്രിക്ഷണൽ ലോസും ബെൻഡിങ് കാരണമൊക്കെയുള്ള ലോസ് കൊണ്ട് നമുക്ക് എന്താണ്, ഒരു ഫ്രിക്ഷണൽ ലോസ് ഹെഡ് ഉണ്ട്. അപ്പോൾ ആ ഹെഡ് കഴിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക, നെറ്റ് ഹെഡ് കിട്ടുക. അതിന് നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാം, നെറ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ HG മൈനസ് HF എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നെറ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ക്യാപിറ്റൽ ലെറ്റർ H വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ഗ്രോസ് ഹെഡ് മൈനസ് എന്താണ്, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ HF. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ HG മൈനസ് H സഫിക്സ് F ആണ്.
അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നോക്കാം ഈ HF കാണാൻ അല്ലെങ്കിൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടെത്താൻ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. കാരണം ഇതൊക്കെ നമുക്ക് ആവശ്യം വരിക പ്രോബ്ലം ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് 4FLV²/2D2G. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ പെൻസ്റ്റോക്ക്, അതായത് ഈ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറിന്റെ വെലോസിറ്റിയാണ് ഈ വി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ലെങ്ത് എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് പെൻസ്റ്റോക്ക്, എത്രത്തോളമാണ് ഈ ലെങ്ത് എന്നുള്ളതാണ് പെൻസ്റ്റോക്കിന്റെ എൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡയമീറ്റർ ഓഫ് പെൻസ്റ്റോക്ക് ആണ്. പിന്നെ നിങ്ങൾക്ക് അറിയാത്തൊരു ക്വാണ്ടിറ്റി എഫ് ആയിരിക്കും. എഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫ്രിക്ഷൻ ഫാക്ടർ ആണ്. അത് ക്വസ്റ്റ്യനിൽ നമുക്ക് യൂഷ്വലി തരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. അപ്പം രണ്ട് തരം ഹെഡുകളാണ് ഉള്ളത്. ഒന്ന് ഗ്രോസ് ഹെഡും മറ്റൊന്ന് നെറ്റ് ഹെഡും ആണ്. ഗ്രോസ് ഹെഡ് എന്ന് പറഞ്ഞതാണ് ഹെഡ് ബിറ്റ്വീൻ ഹെഡ് റേസ് ആൻഡ് ടെയിൽ റേസ് വെൻ ദർ ഇസ് നോ ഫ്ലോ ഓഫ് വാട്ടർ അക്രോസ് പെൻസ്റ്റോക്ക്. പിന്നെ അതുപോലെ തന്നെ അതാണ് ഗ്രോസ് ഹെഡ്. നെറ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് ഹെഡ് എന്ന് നമ്മളുടെ ഫ്രിക്ഷണൽ ഹെഡ് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? നമ്മളുടെ നെറ്റ് ഹെഡ്. അതാണ് നമുക്ക് എഫക്റ്റീവ് ഹെഡ് എന്ന് പറയാറുണ്ട്. കാരണം അതാണ് നമുക്ക് പവർ, ആ ഒരു പവർ ആയിരിക്കും നമുക്ക് ടർബൈനിൽ കിട്ടുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എഫിഷ്യൻസീസ് ഓഫ് ടർബൈൻ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പം പ്രധാനമായും 4 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എഫിഷ്യൻസീസ് ആണ് ഒരു ടർബൈനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റത്തെ എഫിഷ്യൻസി ആണിത് ഹൈഡ്രോളിക് എഫിഷ്യൻസി. ഓക്കെ, ദെൻ മെക്കാനിക്കൽ എഫിഷ്യൻസി, വോളിമെട്രിക് എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ഇത്രയും എഫിഷ്യൻസീസ് ആണ് ഒരു ടർബൈനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ഓരോന്നും നമുക്ക് 1 by 1 ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, കാരണം ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ 4 തരം എഫിഷ്യൻസീസും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ആണ് ഹൈഡ്രോളിക് എഫിഷ്യൻസി. അപ്പം ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന് പകരം ഞാൻ ഈ ഒരു എക്സ്പ്രഷൻസ് ആണ് വായിച്ചു പോവുക. കാരണം ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ അറിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ പവർ ഡെലിവേർഡ് ടു റണ്ണർ ടു ദി പവർ സപ്ലൈഡ് അറ്റ് ഇൻലെറ്റ്. എല്ലായ്പ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇതിൽ എന്ത് എഫിഷ്യൻസി ആയിക്കോട്ടെ ഈ ഒരു എഫിഷ്യൻസിന്റെ വാല്യൂ എല്ലാം തന്നെ ലെസ് ദാൻ 1 ആയിരിക്കും, അല്ലെങ്കിൽ 100% താഴെ ആയിരിക്കും. അപ്പോൾ 100% താഴെ വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? ഡിനോമിനേറ്ററിന്റെ വാല്യൂ എല്ലായ്പ്പോഴും കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? നമുക്ക് ലെസ് ദാൻ 1 കിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 4 എഫിഷ്യൻസി പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഡിനോമിനേറ്റർ വാല്യൂ എല്ലായ്പ്പോഴും വലുതായിരിക്കും. ടോട്ടലി എഫിഷ്യൻസി എന്തായിരിക്കും? 100% താഴെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഡെലിവേർഡ് ടു റണ്ണർ, ഓക്കെ, ഡിവൈഡഡ് ബൈ പവർ സപ്ലൈഡ് അറ്റ് ഇൻലെറ്റ്. സോ നമുക്ക് ആദ്യം ഡിനോമിനേറ്റർ നോക്കാം. പവർ സപ്ലൈഡ് അറ്റ് ഇൻലെറ്റ്. ഈ പവർ സപ്ലൈഡ് അറ്റ് ഇൻലെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടർബൈൻ്റെ ഇൻലെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പവറാണ്. ഓക്കെ, പവർ സപ്ലൈഡ് അറ്റ് ഇൻലെറ്റ്. അതിന് നമ്മൾ വാട്ടർ പവർ എന്നും പറയാറുണ്ട്. കാരണം ഡയറക്റ്റ് ആയിട്ട് വാട്ടർ കൊണ്ട് ഉണ്ടാകുന്ന പവറാണ് പവർ അവൈലബിൾ അറ്റ് ഇൻലെറ്റ് ഓഫ് ദി ടർബൈൻ എന്ന് പറയുന്നത്. സോ വാട്ടർ പവർ. അപ്പം വാട്ടർ പവർ കാണാനുള്ള എക്സ്പ്രഷനാണ് റോ ക്യു ജി എച്ച്. ഓക്കെ, റോ ക്യു ജി എച്ച് വാട്ട് എന്ന് പറയാറുണ്ട്. അതിന് കിലോ വാട്ടിലേക്ക് ആക്കുമ്പോൾ എന്താണ്? ഡിവൈഡഡ് ബൈ 1000 കൊണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അത്രക്കും കിലോ വാട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ആണ് അല്ലേ? അപ്പോൾ ആ ഒരു 1000 വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് GQH കിലോ വാട്ട് എന്ന് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇതിൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, കൃത്യമായി തന്നെ യൂണിറ്റോട് കൂടി അറിഞ്ഞിരുന്നാൽ മതി. ബാക്കിയെല്ലാം തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഞാനിത് പല കൺവേർഷനിൽ എഴുതി വെച്ചിരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കുക. ബാക്കി ഇവിടെ ഒരുപാട് ടെർമിനോളജീസ് ഉണ്ട്, അതെല്ലാം തന്നെ ഞാൻ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എൻ്റെ കൂടെ ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ വാട്ടർ പവർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി റണ്ണർ പവർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ പവർ ഡെലിവേർഡ് ടു റണ്ണർ, അല്ലെങ്കിൽ റണ്ണർ പവർ എന്ന് വെച്ചാൽ നമുക്കറിയാം റണ്ണർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി റൊട്ടേറ്റിംഗ് എലമെന്റ് ആണ്. ആ ടർബൈനിലുള്ള റൊട്ടേറ്റിംഗ് എലമെന്റിനെയാണ് നമ്മൾ റണ്ണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വാട്ടറിലുള്ള കംപ്ലീറ്റ് പവറിനെയും നമുക്ക് റണ്ണറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് എന്തായിരിക്കും? നമുക്ക് ലോസ് ആയിട്ട് പോകും. ഓക്കെ, സോ ആ ഒരു പവർ, അതായത് എല്ലായ്പ്പോഴും വാട്ടർ പവറിനേക്കാളും ലെസ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക? റണ്ണർ പവർ ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ആൻഡ് ഈ ഒരു റണ്ണർ പവർ കാണാനുള്ള എക്സ്പ്രഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തു തരാം. ഫോർ ദ ടൈം ബീങ് നിങ്ങൾ എന്താ അറിഞ്ഞിരിക്കുക? റണ്ണർ പവർ കാണാനുള്ള എക്സ്പ്രഷൻ ആണ് W ഇൻറ്റു VW1 പ്ലസ് VW2 ഇൻറ്റു U ഡിവൈഡ് ബൈ G ഇൻറ്റു 1000 കിലോ വാട്ട്. ഇത് ഒരു പെൽട്ടൺ ടർബൈനെ സംബന്ധിച്ചിടത്തോളമാണ്. എന്നാൽ ഒരു റേഡിയൽ ഫ്ലോ ടർബൈനെ സംബന്ധിച്ചിടത്തോളം, അത് മുന്നിലേക്ക് മുമ്പ് നമ്മൾ പഠിക്കും എന്താണ് റേഡിയൽ ഫ്ലോ ടർബൈൻ എന്നുള്ളതൊക്കെ.
അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, റേഡിയൽ ഫ്ലോ ടർബൈനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ഇവിടെ ഈ യുനെ നമ്മൾ ഉള്ളോട്ടേക്ക് എടുക്കും. ഓക്കെ, യുനെ ഉള്ളോട്ടേക്ക് എടുത്തിട്ട് എന്ത് വരും, V1 VW1 കറസ്പോണ്ടിങ് ആയിട്ട് U1 വരും, അതുപോലെ തന്നെ VW2 കറസ്പോണ്ടിങ് ആയിട്ട് U2 എന്നും വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, കാരണം ഇടയ്ക്ക് ക്വസ്റ്റ്യൻസിന് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്ന് എന്തൊക്കെയാണ് ടേംസ് എന്നുള്ളത് നമുക്ക് നോക്കാം. W എന്ന് പറഞ്ഞതാണ് വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദി വെയിൻസ് ഓഫ് ദി ടർബൈൻ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം വെയിറ്റ് ഓഫ് വാട്ടർ ആണ് ടർബൈൻ്റെ മുകളിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് കാണാനുള്ള എക്സ്പ്രഷൻ ആണ് W = ρg × Q ആണ്. ഓക്കെ, ρg × Q. Q എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആണ്, എത്രത്തോളം വോളിയം ഓഫ് വാട്ടർ ഡിസ്ചാർജ് പെർ സെക്കൻഡ്. ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് ഈ ക്യൂവിൻ്റെ യൂണിറ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെയൊക്കെ തന്നെ നമുക്ക് ലാബിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ലാബിൽ ഡീറ്റെയിൽഡ് തന്നെ പഠിക്കും. എന്നിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓവറോളായിട്ട് അറിഞ്ഞിരിക്കാം. പിന്നെ 2 കോമ്പണൻസ് ഓഫ് വെലോസിറ്റി ഉണ്ട്, VW അതുപോലെ തന്നെ V ഫ്ലോ കോമ്പൗണ്ട്. ഇവിടെ വേൾ കോമ്പൗണ്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഫ്ലോ കോമ്പൗണ്ട് ഒക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പം VW1 VW2 എന്നൊക്കെ ഉള്ളത് എന്താണ് വേൾ കമ്പൗണ്ട് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ U എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ U1 U2 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, ഇൻലെറ്റ് ഔട്ട്ലെറ്റ് 1 2 അത് നമുക്ക് മുന്നേ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ 1 2 എന്നുള്ളത് സഫിക്സ് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് എന്നുള്ള കാര്യങ്ങളാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ W = ρgq എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഇതാ ഈ വാട്ടർ പവറിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഈ ഒരു വാട്ടർ പവറിൻ്റെ ഇക്വേഷനിൽ ρgq, ഈ ρgqനെ എനിക്ക് മാറ്റിയിട്ട് എന്ത് എഴുതാം, W നെ എഴുതാം അല്ലേ. ഈ ρgqനെ മാറ്റിയിട്ട് എനിക്ക് W നെ എഴുതാം. സോ ദാറ്റ് ഈ ഇക്വേഷൻ വാട്ടർ പവർ കാണാനുള്ള എക്സ്പ്രഷൻ എന്തായിട്ട് മാറും, W × H/1000 എന്ന് റെഡ്യൂസ് ചെയ്തെടുക്കാൻ സാധിക്കും. ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, കാരണം നമുക്കിത് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി മറ്റൊരു കൈൻഡ് ഓഫ് എഫിഷ്യൻസിയാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി η_m. അപ്പോൾ ഈ മെക്കാനിക്കൽ എഫിഷ്യൻസി കാണാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആദ്യം നോക്കാം. മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ബിറ്റ്വീൻ പവർ അറ്റ് ദി ഷാഫ്റ്റ് ഓഫ് ദി ടർബൈൻ ടു ദി പവർ ഡെലിവേർഡ് ബൈ ദി വാട്ടർ ടു ദി റണ്ണർ. അപ്പോൾ റണ്ണർ പവറും ഷാഫ്റ്റ് പവറും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു മെക്കാനിക്കൽ എഫിഷ്യൻസി നമ്മൾ കൺസിഡർ ചെയ്യാൻ കാരണം എന്നുള്ളത് ആദ്യം തന്നെ പറയാം. കാരണം നമുക്ക് ആദ്യം വാട്ടറിന് റണ്ണറിലേക്ക് പവർ എത്തി അല്ലേ, റണ്ണർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് എലമെന്റ്. അപ്പോൾ ആ റണ്ണറിന് പിന്നെ നമ്മൾക്ക് എന്താണ് ടർബൈനിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ടർബൈൻ്റെ ഷാഫ്റ്റിലേക്ക് എത്തിക്കണം. കാരണം അവിടെ ആയിരിക്കും നമ്മൾ ആർമേച്ചറും ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റണ്ണറിന് കിട്ടുന്ന കംപ്ലീറ്റ് പവർ നമുക്ക് എന്താണ് ടർബൈൻ്റെ ഷാഫ്റ്റിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണ്, ഈ ടർബൈനിൽ ബിയറിംഗ് ഉണ്ടാകും, പിന്നെ അതുപോലെ തന്നെ കുറേ ഫ്രിക്ഷണൽ ലോസുകൾ, മെക്കാനിക്കൽ ലോസുകളൊക്കെ തന്നെ എന്താണ് ഈ ഒരു ടർബൈൻ്റെ ഷാഫ്റ്റിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ റണ്ണറിൽ എത്തുന്ന കംപ്ലീറ്റ് പവറും എന്തായിരിക്കില്ല, ഒരിക്കലും ഷാഫ്റ്റിലേക്ക് എത്തിച്ചേരില്ല. എല്ലായ്പ്പോഴും റണ്ണർ പവർ ആയിരിക്കും ഷാഫ്റ്റ് പവറിനേക്കാളും കൂടുതൽ. അപ്പോൾ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്തായിരിക്കും, യൂഷ്വലി ലെസ് ദാൻ 1 ആയിരിക്കും, 0.9 സംതിങ് ഒക്കെ ആയിരിക്കും വരിക. ചില ക്വസ്റ്റ്യൻസിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ എഫിഷ്യൻസിൻ്റെ വാല്യൂസ് ഒക്കെ തന്നെ 1 ആയിട്ട് എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് മെക്കാനിക്കൽ എഫിഷ്യൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് വോളിമെട്രിക് എഫിഷ്യൻസി എന്താണെന്നുള്ളതാണ്. സം ഓഫ് ദി വോളിയം ഓഫ് വാട്ടർ ഈസ് ഡിസ്ചാർജ്ഡ് ടു ദി ടെയിൽ റേസ് വിത്തൗട്ട് സ്ട്രൈക്കിംഗ് ദി റണ്ണർ ഓഫ് ദി ടർബൈൻ. Thus, the ratio of volume of water actually striking the runner to the volume of water supplied to the turbine is defined as the volumetric efficiency. It is written as volume of water actually striking the runner to the volume of water supplied to the turbine. ഓക്കെ, ഇത്രയും പറഞ്ഞാൽ വോളിമെട്രിക് എഫിഷ്യൻസി പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ സപ്ലൈ ചെയ്യുന്ന കംപ്ലീറ്റ് വാട്ടർ ഒരിക്കലും എന്താണ് ടർബൈനിൽ സ്ട്രൈക്ക് ചെയ്തുകൊള്ളുന്നില്ല. കാരണം എന്താണ്, വാട്ടറാണ്, പല ഡയറക്ഷനിലേക്ക് ആയിരിക്കും അത് സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം വാട്ടർ റണ്ണറിൻ്റെ മുകളിൽ സ്ട്രൈക്ക് ചെയ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് വാട്ടർ സപ്ലൈഡ് ടു ദി ടർബൈൻ. അപ്പോൾ എല്ലായ്പ്പോഴും എന്താണ് ടോട്ടൽ വോളിയം സപ്ലൈ ടു ദി ടർബൈൻ എന്തായിരിക്കും കൂടുതൽ ഉണ്ടാകുക അല്ലേ. അതിൽ നിന്നും കുറച്ച് വാട്ടറൊക്കെ എന്തായിരിക്കും എവിടെയെങ്കിലും തെറിച്ച് പോകും അല്ലേ, ബാക്കി വരുന്നത് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ എല്ലായ്പ്പോഴും ഡിനോമിനേറ്റർ കൂടുതൽ ഉണ്ടാകുക, ന്യൂമറേറ്റർ എന്തായിരിക്കും കുറവായിരിക്കും ഉണ്ടാകുക. സോ ദാറ്റ് എന്തായിരിക്കും വോളിമെട്രിക് എഫിഷ്യൻസിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും വരിക. ഓക്കെ, ഇതൊന്നും ഈ പറഞ്ഞ വാല്യൂ മെക്കാനിക്കൽ എഫിഷ്യൻസി ആയിക്കോട്ടെ, ഹൈഡ്രോളിക് എഫിഷ്യൻസി ആയിക്കോട്ടെ, വോളിമെട്രിക് എഫിഷ്യൻസി ആയിക്കോട്ടെ, ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന ഓവറോൾ എഫിഷ്യൻസി ആയിക്കോട്ടെ, ഇതിൻ്റെ വാല്യൂസ് ഒന്നും തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ അത് നമ്മൾ 1 ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് വോളിമെട്രിക് എഫിഷ്യൻസിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഓവറോൾ എഫിഷ്യൻസിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓവറോൾ എഫിഷ്യൻസി എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം.
It is defined as the ratio of power available at the shaft of turbine to the power supplied by the water at the inlet of the turbine. അതായത് ഷാഫ്റ്റ് പവർ ടു വാട്ടർ പവർ ആണ് എന്ത് ഓവറോൾ എഫിഷ്യൻസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി റേഷ്യോ ബിറ്റ്വീൻ വോളിയം അവൈലബിൾ അറ്റ് ദി ഷാഫ്റ്റ് ഓഫ് ദി ടർബൈൻ ടു ദി പവർ സപ്ലൈഡ് അറ്റ് ദി ഇൻലെറ്റ് ഓഫ് ദി ടർബൈൻ. ബേസിക്കലി ഷാഫ്റ്റ് പവർ ടു വാട്ടർ പവർ ആണ് നമ്മളുടെ എന്ത് ഓവറോൾ എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ. അപ്പോൾ ഞാൻ ആ ഒരു എക്സ്പ്രഷൻ ഇവിടെ എഴുതിച്ച് ഷാഫ്റ്റ് പവർ വാട്ടർ പവർ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആർ പി അതായത് റണ്ണർ പവർ കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു. ഓക്കെ, യാതൊരു ചേഞ്ചും ഈ എക്സ്പ്രഷനിൽ വരാനില്ല അല്ലേ. എന്നാൽ നമുക്കറിയാം ഷാഫ്റ്റ് പവർ ബൈ റണ്ണർ പവർ. ഷാഫ്റ്റ് പവർ ബൈ റണ്ണർ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ് അല്ലേ. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചാണ് ഷാഫ്റ്റ് പവർ ടു റണ്ണർ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ്. അതുപോലെ റണ്ണർ പവർ ടു വാട്ടർ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോളിക് എഫിഷ്യൻസിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ എഫിഷ്യൻസിൻ്റെയും ഹൈഡ്രോളിക് എഫിഷ്യൻസിൻ്റെയും ടേംസിലേക്ക് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, ഓൾ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ മെക്കാനിക്കൽ ഇൻറ്റു ഹൈഡ്രോളിക് എഫിഷ്യൻസിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് അതുപോലെ ഓവറോൾ എഫിഷ്യൻസി കണ്ടെത്താനുള്ള മറ്റൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ്? ഷാഫ്റ്റ് പവർ ഇൻ കിലോ വാട്ട് ടു ദി വാട്ടർ പവർ ഇൻ കിലോ വാട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഓവറോൾ എഫിഷ്യൻസി കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ സെയിം എക്സ്പ്രഷൻ തന്നെയാണ്, പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ ഷാഫ്റ്റ് പവർ ഇൻ കിലോ വാട്ട്. നമുക്ക് ആ ടർബൈൻ്റെ ഷാഫ്റ്റിൽ എത്രത്തോളം പവർ ജനറേറ്റ് ചെയ്തു എന്നുള്ളത് ഈസി ആയിട്ട് തന്നെ കണ്ടെത്താൻ സാധിക്കും. ഇല്ലെങ്കിൽ പല ക്വസ്റ്റ്യൻസിലും ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കും ഷാഫ്റ്റ് പവർ എത്രയാണെന്നുള്ളത്. ഓക്കെ, അത് കിലോ വാട്ടിൽ നമ്മൾ എടുക്കണം എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ വാട്ടർ പവർ. അപ്പോൾ ഈ രണ്ട് ടേംസിൻ്റെ റേഷ്യോ ആണ് എന്ത് പറയുന്നത്? ഓവറോൾ എഫിഷ്യൻസി എന്നുള്ളത് പറയുന്നത്. അപ്പം വാട്ടർ പവർ ഇൻ കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോ ജി ക്യു എച്ച് ബൈ 1000 ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ എഫിഷ്യൻസി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് എന്താണ് ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ടർബൈൻസ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒന്നുകിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ടർബൈൻസ് എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് 15 മാർക്കിന് പെൽറ്റൺ വീൽ ടർബൈൻ്റെയോ ഇല്ലെങ്കിൽ ഫ്രാൻസിസ് ടർബൈൻ്റെയോ, ഇനി അതും അല്ലെങ്കിൽ കപ്ലാൻ ടർബൈൻ്റെയോ വർക്കിംഗ് വിത്ത് നീറ്റ് ഫിഗർ. അപ്പോൾ ആ ഒരു വർക്കിങ്ങും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ടർബൈൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ദി ഹൈഡ്രോളിക് ടർബൈൻസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ഓഫ് എനർജി. നമ്മൾ മെയിൻലി 4 രീതിയിലാണ് ഹൈഡ്രോളിക് ടർബൈൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ അതിലുള്ള ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എനർജി അവൈലബിൾ അറ്റ് ദി ഇൻലെറ്റ് ഓഫ് ദി ടർബൈൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ത്രൂ ദി വെയിൻസ്, ദെൻ ഹെഡ് അറ്റ് ദി ഇൻലെറ്റ് ഓഫ് ദി ടർബൈൻ ആൻഡ് ഫൈനലി സ്പെസിഫിക് സ്പീഡ് ഓഫ് ദി ടർബൈൻ. അപ്പോൾ ഈ 4 രീതിയിലാണ് നമ്മൾ ഹൈഡ്രോളിക് ടർബൈൻസിനെ പ്രധാനമായും ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലുള്ള ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ഓഫ് എനർജി അവൈലബിൾ അറ്റ് ദി ഇൻലെറ്റ്. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തു, ആ ഒരു ഡാമിൽ നിന്ന് പെൻസ്റ്റോക്ക് വഴി വാട്ടറിനെ ലോവർ പോർഷനായ പവർ ഹൗസ് അല്ലെങ്കിൽ ടർബൈനിലേക്ക് എത്തിക്കുന്നു അല്ലേ. അപ്പോൾ ആ ടർബൈനിലേക്ക് പെൻസ്റ്റോക്ക് വഴി നമ്മൾ എത്തിക്കുന്ന വാട്ടറിൻ്റെ ഉള്ള എനർജിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായും 2 എണ്ണമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് 2 എണ്ണം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഒന്നാണ് ഇമ്പൾസ് ടർബൈൻ, നെക്സ്റ്റ് ഒന്നാണ് റിയാക്ഷൻ ടർബൈൻ. സോ ആദ്യം ഇമ്പൾസ് ടർബൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഫ് അറ്റ് ദി ഇൻലെറ്റ് ഓഫ് ദി ടർബൈൻ ദി എനർജി അവൈലബിൾ ഈസ് ഓൺലി കൈനറ്റിക് എനർജി, ദി ടർബൈൻ ഈസ് നോൺ ആസ് ഇമ്പൾസ് ടർബൈൻ. അതായത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന വാട്ടറിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ ഓൺലി കൈനറ്റിക് എനർജി മാത്രമാണ് എങ്കിൽ അത്തരത്തിലുള്ള ടർബൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ത്? പെൽറ്റൺ വീൽ ടർബൈൻ ആണ് ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിൾ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇമ്പൾസ് ടർബൈൻ്റെ ഫീച്ചർ എന്താണ്? എനർജി അവൈലബിൾ ഈസ് ഓൺലി കൈനറ്റിക് എനർജി. അതായത് ആ ഒരു ടർബൈനിലെ ഇൻലെറ്റിൽ ആകെ ഉണ്ടായിരിക്കുന്ന ആ ഫ്ലൂയിഡിൻ്റെ എനർജി എന്ന് പറഞ്ഞത് വെറും കൈനറ്റിക് എനർജി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ടർബൈൻസിനെയാണ് നമ്മൾ ഇമ്പൾസ് ടർബൈൻ എന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിൾ ആണ് എന്ത്? പെൽറ്റൺ വീൽ ടർബൈൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് റിയാക്ഷൻ ടർബൈൻ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക, കാരണം എന്താണെന്ന് വെച്ചാൽ മാറിപ്പോകും. ഓക്കെ, സോ റിയാക്ഷൻ ടർബൈൻ എന്താണെന്ന് നോക്കാം. ഇഫ് അറ്റ് ദി ഇൻലെറ്റ് ഓഫ് ദി ടർബൈൻ ദി വാട്ടർ പൊസസസ് kinetic energy as well as pressure energy,
ദി ടർബൈൻ ഈസ് നോൺ ആസ് റിയാക്ഷൻ ടർബൈൻ. അതായത് നമ്മളെ ഇമ്പൾസ് ടർബൈനിലുള്ള കൈനറ്റിക് എനർജിക്ക് പുറമെ ഇവിടെ പ്രഷർ എനർജി ഉണ്ടായിരിക്കും ഈ റിയാക്ഷൻ ടർബൈനിൽ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ടർബൈൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത്. അതായത് കൈനറ്റിക് എനർജിയും പ്രഷർ എനർജിയും ഉണ്ടായിരിക്കണം. ഓക്കെ, ഉണ്ടാകുന്ന ഇല്ലെങ്കിൽ ആ വാട്ടറിൻ്റെ ഇൻലെറ്റിൽ, അതായത് ടർബൈനിൻ്റെ ഇൻലെറ്റിലുള്ള വാട്ടറിന് കൈനറ്റിക് എനർജിയും അതുപോലെ പ്രഷർ എനർജിയും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ടർബൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഫ്രാൻസിസ് ടർബൈനെയും കപ്ലാൻ ടർബൈനെയും നമ്മൾ റിയാക്ഷൻ ടർബൈനിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് റിയാക്ഷൻ ടർബൈനിൻ്റെ ഫീച്ചർ? അതിൽ കൈനറ്റിക് എനർജിയും ഇല്ലെങ്കിൽ ആ ഒരു വാട്ടറിന് കൈനറ്റിക് എനർജിയും ഉണ്ടാവും, അതുപോലെ തന്നെ പ്രഷർ എനർജിയും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി as the water flows through the runner, the water is under pressure and the pressure energy goes on changing into kinetic energy. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു റിയാക്ഷൻ ടർബൈനിൽ എങ്ങനെയാണ് ഈ രണ്ട് എനർജീസും ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ആദ്യം വാട്ടർ ഹൈ പ്രഷറിലായിരിക്കും വെയിൻസിലൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, വെയിൻസ് എന്ന് പറഞ്ഞാൽ ടർബൈൻ്റെ ബ്ലേഡ്സ് ആണെന്ന് അസ്യൂം ചെയ്യും നിങ്ങൾ. സോ ആ ഒരു ടർബൈൻ്റെ ബ്ലേഡ്സിലൂടെ ഹൈ പ്രഷറിലായിരിക്കും വാട്ടർ പാസ് ചെയ്യുക. സോ ദാറ്റ് ആ വെയിൻസിൻ്റെ അല്ലെങ്കിൽ ടർബൈൻ്റെ ബ്ലേഡ്സിൻ്റെ പ്രൊഫൈൽ കാരണം ഈ പ്രഷർ എനർജി എന്തായിട്ട് ചേഞ്ച് ചെയ്യും, കൈനറ്റിക് എനർജി ആയിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് വേണ്ട ടർബൈൻ റൊട്ടേഷൻ കിട്ടും. ഓക്കെ, ദ റണ്ണർ ഈസ് കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് ഇൻ എ എയർ ടൈറ്റ് കേസിംഗ് ആൻഡ് ദി റണ്ണർ ആൻഡ് കേസിംഗ് കംപ്ലീറ്റ്ലി ഫുൾ ഓഫ് വാട്ടർ. അപ്പോൾ ഈ റിയാക്ഷൻ ടർബൈനിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ എൻ്റെ ടർബൈൻ എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിട്ടിരിക്കും വെക്കുക, ഓപ്പൺ ആയിട്ടിരിക്കില്ല വെക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് അങ്ങനെ വരുന്നത് നോക്കുക ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്രാൻസിസ് കപ്ലാൻ ടർബൈൻ്റെയൊക്കെ വർക്കിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മൾ റിയാക്ഷൻ ടർബൈൻസ് ഒക്കെ തന്നെ എയർ ടൈറ്റ് ആയിട്ടാണ് വെക്കുക എന്നുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്ക് ക്ലാസിഫിക്കേഷനായ അക്കോർഡിംഗ് ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ത്രൂ റണ്ണർ എന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഹൈഡ്രോളിക് ടർബൈൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫസ്റ്റ് ഒന്നാണ് ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ, ദെൻ റേഡിയൽ ഫ്ലോ ടർബൈൻ, ആക്സിൽ ഫ്ലോ ടർബൈൻ. ഓക്കെ, അപ്പോൾ ഈ മൂന്നെണ്ണമാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. നാലാമത് ഒന്നും കൂടെ നമ്മൾ പറയാറുണ്ട്, മിക്സഡ് ഫ്ലോ ടർബൈൻ എന്നുള്ളത്. അപ്പോൾ ഈ മിക്സഡ് ഫ്ലോ ടർബൈൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ റേഡിയൽ ഫ്ലോ ടർബൈൻ്റെയും ആക്സിൽ ഫ്ലോ ടർബൈൻ്റെയും കോമ്പിനേഷൻ ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. എന്തൊക്കെയാണ് ഈ ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ റേഡിയൽ ഫ്ലോ, ആക്സിൽ ഫ്ലോൻ്റെയൊക്കെ ഫീച്ചേഴ്സും അതിൻ്റെ എക്സാമ്പിൾസും നമുക്ക് 1 by 1 ആയിട്ട് തന്നെ നോക്കാം. ഞാൻ പറഞ്ഞു ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ കൂടെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈനെ കുറിച്ച് നോക്കാം. ഇഫ് ദി വാട്ടർ ഫ്ലോ അലോങ് ദി ടാൻജൻറ്റ് ഓഫ് ദി റണ്ണർ, ദി ടർബൈൻ ഈസ് നോൺ ആസ് ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ. അതായത് നമ്മളുടെ സപ്പോസ് അസ്യൂം ചെയ്യുക ഇതാണ് ഒരു ടർബൈൻ്റെ റണ്ണർ എന്ന് കരുതുക. ഓക്കെ, ഈ ടർബൈൻ്റെ റണ്ണറിൻ്റെ മുകളിൽ ചുറ്റും എന്താണ് ബക്കറ്റ്സ് ഉണ്ട്. സോ നമ്മൾ കൊടുക്കുന്ന വാട്ടർ ജെറ്റ് ടാൻജൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, ഇത് ആ വാട്ടർ ജെറ്റാണ്. ഓക്കെ, നമ്മൾ പെൻസ്റ്റോക്ക് എന്നുള്ള വാട്ടർ ജെറ്റ് ടാൻജൻ്റ് ആയിട്ട് കൊടുക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ. അതായത് ഈ ഒരു റണ്ണറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാട്ടർ ജെറ്റ് ടാൻജൻ്റ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ടർബൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് പെൽറ്റൺ വീൽ ടർബൈൻ. ഓൾ റൈറ്റ്, ഇനി അടുത്ത ടൈപ്പ് ഓഫ് ടർബൈൻ ആണ് ഇഫ് ദി വാട്ടർ ഫ്ലോസ് ഇൻ റേഡിയൽ ഡയറക്ഷൻ ത്രൂ ദി റണ്ണർ, ദി ടർബൈൻ ഈസ് കോൾഡ് റേഡിയൽ ഫ്ലോ ടർബൈൻ. അതിൻ്റെ എക്സാമ്പിളാണ് ഫ്രാൻസിസ് ടർബൈൻ. അതായത് വാട്ടർ ഫ്ലോ ചെയ്യുന്നത് റേഡിയൽ ഡയറക്ഷനിലാണെങ്കിൽ അത്തരത്തിലുള്ള ടർബൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് വൺ ആണ്. തേർഡ് വൺ പറയുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു റേഡിയൽ ഫ്ലോ ടർബൈനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇഫ് ദി വാട്ടർ ഫ്ലോസ് ഫ്രം ഔട്ട്വാർഡ്സ് ടു ഇൻവാർഡ്സ് റേഡിയലി, ദ ടർബൈൻ ഈസ് നോൺ ആസ് ഇൻവാർഡ് റേഡിയൽ ഫ്ലോ ടർബൈൻ. അതായത് വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഔട്ടർ സർഫസിൽ നിന്ന് അല്ലെങ്കിൽ ഔട്ടർ റേഡിയസിൽ നിന്ന് ഇന്നർ റേഡിയസിലേക്കാണെങ്കിൽ അത്തരത്തിലുള്ള ടർബൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവാർഡ് ഫ്ലോ റേഡിയൽ ടർബൈൻ എന്ന് പറയുന്നത്. അതായത് ഇന്നർ റേഡിയസിലേക്കാണ് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഫ്ലോൻ്റെ ഡയറക്ഷൻ ഇന്നർ റേഡിയസിലേക്കാണെങ്കിൽ അത്തരത്തിലുള്ള ടർബൈൻസിനെയാണ് നമ്മൾ ഇൻവാർഡ് ഫ്ലോ റേഡിയൽ ടർബൈൻ എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും സംഭവിക്കും. ഇഫ് ദി വാട്ടർ ഫ്ലോസ് റേഡിയലി ഫ്രം ഇൻവാർഡ്സ് ടു ഔട്ട്വാർഡ്സ്, ദി ടർബൈൻ ഈസ് നോൺ ആസ് ഔട്ട്വാർഡ് റേഡിയൽ ഫ്ലോ ടർബൈൻ. അതായത് ഇന്നർ പോർഷനിൽ നിന്ന് ഔട്ടർ പോർഷനിലേക്ക് വാട്ടറിൻ്റെ ഫ്ലോ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ടർബൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട്വാർഡ് റേഡിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഇത് റേഡിയൽ ഫ്ലോ ടർബൈൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്, ഇൻവേർഡ് ഫ്ലോയും ഔട്ട്വേർഡ് ഫ്ലോയും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇഫ് ദി വാട്ടർ ഫ്ലോസ് through the runner along the direction parallel to the axis of rotation of the runner, the turbine is called axial flow turbine. അതായത് ഒരു ആക്സിസിന് അലോങ് ആയിട്ടാണ് വാട്ടറിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷൻ എങ്കിൽ അത്തരത്തിലുള്ള ടർബൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സിൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് കപ്ലാൻ ടർബൈൻ. ഓക്കെ, ഇഫ് ദി വാട്ടർ ഫ്ലോസ് ത്രൂ ദി റണ്ണർ ഇൻ ദി റേഡിയൽ ഡയറക്ഷൻ ബട്ട് ലീവ്സ് ഇൻ ദി ഡയറക്ഷൻ പാരലൽ ടു ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ of the runner, the turbine is called mixed flow turbine. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് മോഡേൺ ഫ്രാൻസിസ് ടർബൈൻ. അപ്പം മിക്സഡ് ഫ്ലോ ടർബൈൻ എന്താണെന്ന് വെച്ചാൽ വാട്ടർ എൻ്റർ ചെയ്യുന്നത് റേഡിയൽ ഡയറക്ഷനിലായിരിക്കും, ബട്ട് വാട്ടർ ലീവ് ചെയ്യുന്നത് എന്തായിരിക്കും, ആക്സിൽ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷന് പാരലായിട്ടായിരിക്കും വാട്ടർ ലീവ് ചെയ്യുക. ഓക്കെ, അതായത് വാട്ടർ എൻ്റർ ചെയ്യുന്നത് റേഡിയൽ ഡയറക്ഷനിലും ലീവ് ചെയ്യുന്നത് ആക്സിൽ ഡയറക്ഷനും. സോ എന്തിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്, ഈ റേഡിയൽ ഫ്ലോൻ്റെയും ആക്സിൽ ഫ്ലോ ടർബൈൻ്റെയും കോമ്പിനേഷനാണ്. സോ അങ്ങനെയുള്ള ടർബൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിക്സഡ് ഫ്ലോ ടർബൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് മോഡേൺ ഫ്രാൻസിസ് ടർബൈൻ. ഓക്കെ, വെറും സാധാരണ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, റേഡിയൽ ഫ്ലോ ടർബൈൻ ആയിരുന്നു. എന്നാൽ മോഡേൺ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറഞ്ഞതാണ് മിക്സഡ് ഫ്ലോ ടർബൈൻ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ജസ്റ്റ് ഫിഗർ ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതെന്താണ്, ഇതൊരു ഫ്രാൻസിസ് ടർബൈൻ്റെ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഫ്ലോൻ്റെ ഡയറക്ഷൻ എന്താണ്, റേഡിയലി ഇൻവേർഡ് ആണ് അല്ലേ. ഇവിടെ ഒരു കേസിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ആൻഡ് വേർട്ടിക്കലി ഒരു ഷാഫ്റ്റും ഉണ്ട് ടർബൈൻ്റെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, വാട്ടർ ഫ്ലോ ചെയ്തിട്ട് ഒരു റേഡിയൽ ഡയറക്ഷനിലാണ് ഉള്ളോട്ടേക്ക് കിടക്കുന്നത് അല്ലേ. ഈ ഒരു പെൻസ്റ്റോക്കെന്നോ നമ്മൾ വാട്ടർ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ആൻഡ് ഈ ഒരു കേസിങ്ങിലൂടെ ഈ വാട്ടർ ചുറ്റി വരികയും ചെയ്യാം. ഓക്കെ, ആൻഡ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പ്രോപ്പറായിട്ട് ഗൈഡ് വെയിൻസ് വെച്ചിട്ട് ബ്ലേഡ്സിനെ അറേഞ്ച് ചെയ്യും. സോ ദാറ്റ് എന്താണ്, ഈ വാട്ടറെല്ലാം തന്നെ റേഡിയലി ഇൻവേർഡ് ആയിരിക്കും മൂവ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഔട്ടർ സർഫസിന് റേഡിയലി ഇൻവേർഡ് ആയിരിക്കും മൂവ് ചെയ്യുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് മൂവ് ചെയ്യുക, നമ്മളുടെ പമ്പിൻ്റെ ഒക്കെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇന്നർന്ന് ഔട്ടറിലേക്ക് ആയിരിക്കും വരിക റേഡിയലി ഔട്ട്വേർഡ് ആണെങ്കിൽ. ഇതിപ്പം റേഡിയലി ഇൻവേർഡ് ആണ്, നിങ്ങൾക്ക് ഇവിടെ ഡയറക്ഷൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വാട്ടർ എന്താണ് ചെയ്യുന്നത്, ഔട്ടർ റേഡിയസിന് ഇന്നർ റേഡിയസിലേക്ക് മൂവ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഒരു ഫ്രാൻസിസ് ടർബൈൻ ലുക്ക് ലൈക്സ്. ഓക്കെ, ഒരു ടിപ്പിക്കൽ. ഇനി കപ്ലാൻ ടർബൈൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വാട്ടറിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്സിസ് ഓഫ് റൊട്ടേഷന് പാരലായിട്ടാണ് അല്ലേ. നിങ്ങളിവിടെ നോക്കിക്കേ, ഇതാണ് നമ്മളുടെ വെർട്ടിക്കൽ ടർബൈൻ്റെ ഷാഫ്റ്റ്. ഓക്കെ, ഈ ഷാഫ്റ്റിൻ്റെ മുകളിൽ ഒരു നോസ് ഉണ്ട് ആൻഡ് അതിൻ്റെ മുകളിൽ ഒരു പ്രൊപ്പല്ലർ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ടർബൈൻ്റെ ബ്ലേഡ് ഉണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഷാഫ്റ്റിന് പാരലായിട്ടാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് എന്ത് ചെയ്യുന്നു, ഈ വാട്ടറിൻ്റെ ഫ്ലോ കാരണം ഈ ഒരു ബ്ലേഡിൻ്റെ പെർട്ടിക്കുലർ ആംഗിൾ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഈ വാട്ടറിൻ്റെ ഫ്ലോ കാരണം ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ നമുക്ക് വേണ്ട ഡിസൈഡ് വർക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ഇതാണ് ബേസിക്കലി എന്ത്, ഒരു കപ്ലാൻ ടർബൈൻ എന്ന് അറിഞ്ഞിരിക്കുക. എന്താണ്, ആക്സിൽ ഫ്ലോ ഡയറക്ഷനിലാണ് ഫ്ലോ പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് വളരെ ചെറിയ രണ്ട് ക്ലാസിഫിക്കേഷനാണ്, ബട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൂടിയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അക്കോർഡിംഗ് ടു ദി ഹെഡ് അറ്റ് ദി ഇൻലെറ്റ് ഓഫ് ദി ടർബൈൻ ആണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. അതായത് എത്രത്തോളം ഉയരത്തിലാണ് നമുക്കുള്ള ഹെഡ് എന്നുള്ളത് ബേസ് ചെയ്തിട്ട് നമുക്ക് ടർബൈൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷനാണ് ഹൈ ഹെഡ് ടർബൈൻ. അപ്പോൾ ഹൈ ഹെഡ് ടർബൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 250 മീറ്ററിനേക്കാളും ഉയരം ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അതായത് ഹെഡ് റേസ് ലെവലും ടെയിൽ റേസ് ലെവലും തമ്മിൽ ഒരു 250 മീറ്ററിനേക്കാളും കൂടുതൽ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത്തരം കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, പെൽറ്റൺ വീൽ ടർബൈൻസിനെ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് വളരെ അധികം, അതായത് 250 മീറ്ററിനേക്കാളും അല്ലെങ്കിൽ 1/4 കിലോമീറ്ററിനേക്കാളും കൂടുതൽ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഹെഡ് റേസ് ലെവലും ടെയിൽ റേസ് ലെവലും തമ്മിൽ 250 മീറ്ററിനേക്കാളും കൂടുതൽ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത്ര സിറ്റുവേഷൻസിൽ നമുക്ക് പെൽറ്റൺ വീൽ ടർബൈൻസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ എല്ലായ്പ്പോഴും നമുക്ക് ഇത്രയും ഹൈറ്റ് ഡിഫറൻസ് കിട്ടിക്കൊള്ളുന്നില്ല. ചില കേസിൽ എന്തായിരിക്കും, ഹൈറ്റ് ഡിഫറൻസ് ഏകദേശം ഒരു 250 മുതൽ 60 മീറ്റർ ആയിരിക്കും. അത്തരത്തിലുള്ള ടർബൈൻസിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹെഡ് അവൈലബിൾ ആയിട്ടുള്ള ടർബൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീഡിയം ഹെഡ് ടർബൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് എന്ത്, ഫ്രാൻസിസ് ടർബൈൻ. ഓക്കെ, മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ലോ ഹെഡ് ടർബൈൻ. അപ്പോൾ ഈ ലോ ഹെഡ് ടർബൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബിലോ 60 മീറ്ററിലായിരിക്കും, അല്ലെങ്കിൽ വളരെ ഹെഡ് ഡിഫറൻസ് കുറവാണെങ്കിൽ അത്തരം കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടർബൈൻസ് ആണ് എന്ത്, ലോ ഹെഡ് ടർബൈൻസ്. അതിൻ്റെ എക്സാമ്പിളാണ് കപ്ലാൻ ടർബൈൻ.
അപ്പോൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടോ YV ആയിട്ടൊക്കെ തന്നെ ചോദിക്കും. അതായത് സപ്പോസ് നമ്മളുടെ ഹെഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഹെഡ് റേസ് ലെവലും ടെയിൽ റേസ് ലെവലും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് മേ ബി ഒരു 60 മീറ്റർ ആണെങ്കിൽ നമ്മൾ ഏത് ടർബൈനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഓപ്ഷനിൽ ഈ പെൽട്ടൺ, ഫ്രാൻസിസ്, കപ്ലാൻ പല തരം ടർബൈൻസിന് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് വേണം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഹെഡ് വെച്ചിട്ടുള്ള ടർബൈൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് നോക്കേണ്ടത് സ്പെസിഫിക് സ്പീഡ് വെച്ചിട്ടുള്ള ടർബൈൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇവിടെയും എഗെയിൻ എന്താണ് 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലോ സ്പെസിഫിക് സ്പീഡ് ടർബൈൻ, മീഡിയം സ്പെസിഫിക് സ്പീഡ് ടർബൈൻ, ഹൈ സ്പെസിഫിക് സ്പീഡ് ടർബൈൻ. ഓക്കെ, അപ്പം ലോ സ്പെസിഫിക് സ്പീഡ് ആയിരിക്കും എന്തിന്, പെൽറ്റൺ വീലിന് ഉണ്ടായിരിക്കുക. ഓക്കെ, അതായത് ഹൈ ഹെഡ് ഉള്ളതിനായിരിക്കും എന്തുണ്ടാവുക, ലോ സ്പെസിഫിക് സ്പീഡ് ഉണ്ടാക്കുക. രണ്ടും ഇൻവേഴ്സ്ലി ആണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഹെഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും, സ്പെസിഫിക് സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഈ ഒരു ഓർഡർ തന്നെ പഠിക്കാം. പെൽട്ടൺ, ഫ്രാൻസിസ്, കപ്ലാൻ. ഇവിടെയും അതുപോലെ തന്നെ പെൽട്ടൺ, ഫ്രാൻസിസ്, കപ്ലാൻ. പക്ഷേ ഇവിടെ വ്യത്യാസം വരുന്നത് എന്താണ്, ലോ ആണ് സ്പെസിഫിക് സ്പീഡ്. അതായത് സ്പെസിഫിക് സ്പീഡ് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മുന്നിലേക്ക് പോകുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ സ്പെസിഫിക് സ്പീഡ് ലോ ഉള്ള ടർബൈൻസ് ആണ് എന്ത്, ലോ സ്പെസിഫിക് സ്പീഡ് ടർബൈൻ. അതിൻ്റെ എക്സാമ്പിൾ ആണ് പെൽട്ടൺ വീൽ ടർബൈൻ. ഓക്കെ, അതുപോലെ മീഡിയം സ്പെസിഫിക് സ്പീഡ് ടർബൈൻ ആണ് എന്ത്, ഫ്രാൻസിസ് ടർബൈൻ. ഓക്കെ, അതുപോലെ ഹൈ സ്പെസിഫിക് സ്പീഡ് ടർബൈൻ ആണ് എന്ത് പറയുന്നത്, കപ്ലാൻ ടർബൈൻ. അതിൻ്റെ സ്പെസിഫിക് സ്പീഡ് എത്രയാണെന്ന് വെച്ചാൽ ഏകദേശം 300 മുതൽ 1000 റേഞ്ച് വരും. ഓക്കെ, ഇതാണ് കപ്ലാൻ ടർബൈൻ്റെ എക്സാമ്പിൾ ആണ്. ഹൈ സ്പീഡ് ടർബൈൻ ഹൈ സ്പീഡ് ടർബൈൻ്റെ എക്സാമ്പിൾ ആണ് എന്ത്, കപ്ലാൻ ടർബൈൻ. അതായത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം, സപ്പോസ് നമുക്ക് ഒരുപാട് ഹെഡ് ഡിഫറൻസ് ഉണ്ടെന്ന് കരുതുക. അതായത് ഹെഡ് റേസ് ലെവലും ടെയിൽ റേസ് ലെവലും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം, പെൽട്ടൺ വീൽ ടർബൈൻസിനെ യൂസ് ചെയ്യാം. എന്നാൽ നമുക്ക് ഹെഡ് കുറവാണ്, പക്ഷേ ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഉണ്ട്. ഓക്കെ, ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഉണ്ട്. അത്തരത്തിലുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, കപ്ലാൻ ടർബൈൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അതിൽ നിന്നും എക്കണോമിക്കലി നമുക്ക് പവർ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇൻ ബിറ്റ്വീനുള്ള കേസുകളിലൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രാൻസിസ് ടർബൈൻസിനെയും യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ വളരെ നീറ്റായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. കാരണം ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരിക എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓരോ ടർബൈൻസിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ്. അത് ഞാൻ ആ ഒരു സമയത്ത് പറഞ്ഞുതരാം. ഇനി ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് പെൽട്ടൺ വീൽ ടർബൈൻ്റെ വർക്കിംഗ്, ഫീച്ചേഴ്സ്, അതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കോമ്പണൻസ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പെൽട്ടൺ വീലിൻ്റെ വർക്കിംഗ്, അതുപോലെ ഫീച്ചേഴ്സ്, കോമ്പണൻസ് ഒക്കെ തന്നെ. ഒന്നുകിൽ പെൽട്ടൺ വീൽ ചോദിക്കും, അല്ലെങ്കിൽ ഫ്രാൻസിസ് ടർബൈൻ ചോദിക്കും, ഇനി അതും അല്ലെങ്കിൽ കപ്ലാൻ ടർബൈൻ ചോദിക്കും. ഒരു 90% ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഇതിലേതെങ്കിലും ഒന്ന് 15 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം പെൽട്ടൺ വീലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം ഇറ്റ് ഈസ് എ ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് ടർബൈൻ. അപ്പോൾ ഫസ്റ്റത്തെ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് എന്താണ്, ഒരു പെൽട്ടൺ വീൽ ടർബൈനെ സംബന്ധിച്ചിടത്തോളം അതൊരു ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് ടർബൈൻ ആണെന്നുള്ള കാര്യം. ഓക്കെ, എന്താണ് ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് ടർബൈൻ്റെ പ്രത്യേകത, അതാണ് നെക്സ്റ്റ് പറയുന്നത്. വാട്ടർ സ്ട്രൈക്സ് ദ ബക്കറ്റ് അലോങ് ദി ടാൻജൻറ്റ് ഓഫ് ദി റണ്ണർ. അതായത് റണ്ണറിന് ടാൻജൻ്റ് ആയിട്ടാണ് വാട്ടർ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്, ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുന്നത്. ഇനി ഇമ്പൾസ് ടർബൈൻ എന്ന് പറയാൻ കാരണം എന്താണ്, കാരണം ടർബൈനിലെ ഇൻലെറ്റിൽ ആകെ കൈനറ്റിക് എനർജി മാത്രമേ ആ ഒരു വാട്ടർ ജെറ്റിന് ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്, ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ദി എനർജി അവൈലബിൾ അറ്റ് ദി ഇൻലെറ്റ് ഓഫ് ടർബൈൻ ഈസ് ഓൺലി കൈനറ്റിക് എനർജി. ദ പ്രഷർ അറ്റ് ദി ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഓഫ് ദി ടർബൈൻ ഈസ് അറ്റ്മോസ്ഫിയറിക്. അപ്പോൾ ഈ യൂഷ്വലി നമ്മൾ ഈ പെൽട്ടൺ വീൽ ടർബൈനിന് ക്ലോസ്ഡ് കേസിങ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ ജെറ്റിനെ ഈ പറഞ്ഞ ടർബൈനിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പെൽട്ടൺ വീൽ ടർബൈൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം അല്ലെങ്കിൽ ലേഔട്ട് ഒന്ന് പരിശോധിക്കാം. കാരണം എക്സാമിന് നിങ്ങൾ എന്തായാലും ഈ ഒരു ലേഔട്ട് നിർബന്ധമായും വരച്ചിരിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലേഔട്ട് അറേഞ്ച്മെൻ്റ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം. ആദ്യം നമുക്ക് ഇതിലെ വേരിയസ് കോമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഫംഗ്ഷനും നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു കേസിങ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്നുള്ളത് ഞാൻ മുന്നിലേക്ക് പോകുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പം ആദ്യം അറിഞ്ഞിരിക്കുക, ഒരു കേസിങ് ഉണ്ടാകും, പിന്നെ ഒരു റണ്ണർ ഉണ്ടാകും. ഓക്കെ, ഈ ഒരു റണ്ണറിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, വെയിൻസ് വെക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഹെമിസ്ഫെറിക്കൽ ഷേപ്പിൽ വെയിൻസ് കാണാം. ബക്കറ്റ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, ബക്കറ്റ്സ് എന്നും പറയാറുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു പെൻ സ്റ്റോക്ക് പൈപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്കിവിടെ ഒരു നോസിലുണ്ട്. ഈ ഒരു പെൻ സ്റ്റോക്ക് പൈപ്പിൻ്റെ എൻഡിലൊരു നോസിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പിയർ ഉണ്ട്. ഓക്കെ, ഒരു സ്പിയർ അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കും. ഇതിനെ നമുക്ക് മെക്കാനിക്കലി കൺട്രോൾ ചെയ്യാനാണ് ഈ കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓരോ കോമ്പണൻസിൻ്റെയും ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിക്കാം. ആദ്യം കേസിംഗ് എടുക്കാം. സോ ഈ കേസിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ
നമ്മളുടെ ഈ പെൻസ്റ്റോക്കിൽ നിന്നുള്ള വാട്ടർ ജെറ്റ് ഈ ഒരു റണ്ണറിൽ വന്ന് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വാട്ടർ എന്ത് ചെയ്യും, തെറിക്കും അല്ലേ. അപ്പം വെരി ഹൈ വെലോസിറ്റിയിൽ വരിക്കും ഈ വാട്ടർ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ തെറിച്ച് പോകുന്ന വെള്ളത്തിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും പിടിച്ചു നിർത്താനുമാണ് ഈ ഒരു കേസിംഗ് കൊണ്ടുള്ള മെയിൻ പർപ്പസ്. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ ചുറ്റും വെള്ളമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനാണ് ഈ ഒരു കേസിങ്ങിൻ്റെ മെയിൻ പർപ്പസ്. ഇനി അടുത്തൊരു കോമ്പണൻ്റ് ആണ് നമ്മളുടെ ഈ ഒരു പെൻസ്റ്റോക്ക് പൈപ്പ്. അപ്പോൾ പെൻസ്റ്റോക്ക് പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഹയർ ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ഹയർ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് നമ്മൾ വാട്ടറിനെ ടർബൈനിലേക്ക് എത്തിക്കുന്ന ഒരു മീഡിയം അല്ല, ഒരു പൈപ്പാണ് പെൻസ്റ്റോക്ക് പൈപ്പ്. ഓക്കെ, ആൻഡ് ഈ ഒരു പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നോസിൽ കാണാം. എന്താണ് നോസിലിൻ്റെ പർപ്പസ്? പ്രഷർ എനർജിയെ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റുക എന്നുള്ളത്. ഓക്കെ, കാരണം ഇവിടെയുള്ള ഹൈ പ്രഷർ എനർജിയെ നമുക്ക് എന്താണ് നോസിലിംഗ് ആക്ഷനിലൂടെ ഹൈ വെലോസിറ്റി ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഹൈ കൈനറ്റിക് എനർജി ആയിട്ടുള്ള വാട്ടർ ജെറ്റ് ആയിട്ട് മാറ്റുന്നു. ഓക്കെ, ആൻഡ് ഈ ഒരു ഹൈ കൈനറ്റിക് എനർജി ഉള്ള വാട്ടർ ജെറ്റ് നേരെ വന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു റണ്ണറിൻ്റെ മേലെ കണക്ട് ചെയ്തിരിക്കുന്ന വെയിൻസ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ബക്കറ്റ്സിൻ്റെ മേലെ വന്ന് സ്ട്രൈക്ക് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി ഈ റണ്ണർ കിടന്ന് കറങ്ങും. ആൻഡ് ആ ഒരു റണ്ണർ എന്ത് ചെയ്യും, നമ്മൾ ഒരു ടർബൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ഇവഞ്ച്വലി ടർബൈൻ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ടും കിട്ടും. സോ ഇങ്ങനെയാണ് ഒരു ബേസിക്കലി ഒരു പെൽറ്റൺ വീൽ ടർബൈനിൽ നമുക്ക് റണ്ണറിൻ്റെ റൊട്ടേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേറൊരു കോമ്പണൻറ്റും കൂടെ കാണാൻ സാധിക്കും. എന്താണ്? ഒരു സ്പിയർ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സ്പിയർ അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് കാണാവുന്നത് പോലെ തന്നെ ഈ ഒരു ഷേപ്പിലുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഈ ഒരു സ്പിയർ അറേഞ്ച്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മെക്കാനിക്കൽ വാൽവ് ഉണ്ടാകും. ഓക്കെ, ഈ ഒരു വാൽവ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, ഈ സ്പിയറിനെ നമുക്ക് മുന്നിലേക്കും പിറകിലേക്കും മൂവ് ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ സപ്പോസ് ഇതിന് നമ്മൾ ഇവിടേക്ക് കുറച്ച് മൂവ് ചെയ്തു ഫോർവേഡ്. ഓക്കെ, അപ്പോൾ ഈ ഫോർവേഡ് മൂവ് ചെയ്തെന്ന് സംഭവിക്കും, ഈ വാട്ടറിൻ്റെ ഫ്ലോ റേറ്റ് കുറയും അല്ലേ, അല്ലെങ്കിൽ ജെറ്റ് ഓഫ് വാട്ടറിൻ്റെ ഡിസ്ചാർജും അതിൻ്റെ കൈനറ്റിക് എനർജിയും കുറയും. അപ്പോൾ നമുക്ക് പലപ്പോഴും ലോഡ് എന്തായിരിക്കും, പീക്ക് ലോഡ് വേണ്ടി വരില്ല. അപ്പോൾ കുറഞ്ഞ ലോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, കുറഞ്ഞ വാട്ടർ ജെറ്റ് മതിയായിരിക്കും. ഇനി അതുമല്ല, ഇതിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനും നമുക്ക് എന്താണ്, ഈ പറഞ്ഞ സ്പിയർ അറേഞ്ച്മെൻറ്റ് കൊണ്ട് സാധിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള കോമ്പണൻസും അതിൻ്റെ പർപ്പസും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? നോസിൽ ആൻഡ് ഫ്ലോ റെഗുലേറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഫ്ലോ റെഗുലേറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സ്പിയർ അറേഞ്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റണ്ണർ ആൻഡ് ബക്കറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഒരു റണ്ണറിൻ്റെ മുകളിൽ ഹെമിസ്ഫെറിക്കൽ ഷേപ്പുള്ള ബക്കറ്റ്സ് ഉണ്ടായിരിക്കും എന്നുള്ളത്. പിന്നെ കേസിങ്, അതിൻ്റെ പർപ്പസ് പറഞ്ഞ് ആ റണ്ണറിൻ്റെ മുകളിൽ സ്ട്രൈക്ക് ചെയ്യുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ നമ്മൾ പുറത്തുനിന്ന് തിരിച്ചു പോകാതെ നിലനിർത്തുക എന്നുള്ളതാണ് കേസിങ്ങിൻ്റെ ഫംഗ്ഷൻ. പിന്നെ ബ്രേക്കിംഗ് ജെറ്റ് ഉണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. നേരത്തെ ആ ഒരു ഫിഗറിനെ ഞാനൊന്ന് എൻലാർജ് ചെയ്ത് ഇവിടെ വീണ്ടും വരച്ച് എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇങ്ങനെ ആയിരിക്കും ഒരു ടിപ്പിക്കൽ റണ്ണർ ഓഫ് എ പെൽറ്റൺ വീൽ ടർബൈൻ്റെ പ്രൊഫൈൽ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു പ്രൊഫൈലിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്, വെലോസിറ്റി ട്രയാങ്കിളൊക്കെ തന്നെ. സോ നിങ്ങൾ ആദ്യം ഈ ഒരു ആക്ച്വലി ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്കിനി നോക്കേണ്ടത് കേസിംഗ് ആണ്. കേസിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. വാട്ടറിൻ്റെ സ്പ്ലാഷസ് ഒക്കെ തന്നെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് കേസിംഗ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആക്സിഡൻസും പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതും കൂട്ടുണ്ട് ഈ ഒരു കേസിങ്ങിൻ്റെ പർപ്പസ് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ മറ്റൊരു കാര്യം എടുക്കാൻ ഉണ്ടായിരുന്നത് ഈ ഒരു ബ്രേക്കിംഗ് ജെറ്റിൻ്റെ കാര്യമാണ്. ഓക്കെ, ഈ ഒരു ബ്രേക്കിംഗ് ജെറ്റിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്പിയർ വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലോ സ്റ്റോപ്പ് ചെയ്താലും എന്താണ്, ഇനീഷ്യൽ കാരണം ഇത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും ഈ ഒരു റണ്ണർ. ഓക്കെ, നമുക്ക് മേ ബി ഒരു മെയിൻ്റെനൻസിനോ റിപ്പയറിനോ ഒക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് നിർത്തുവാണെങ്കിൽ ഇതിങ്ങനെ കിടന്ന് ഒരുപാട് സമയം കറങ്ങി നിൽക്കും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീണ്ടും ഒരു വാട്ടർ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് എന്താണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ റൊട്ടേഷൻ നിർത്താൻ സാധിക്കും ഈ ഒരു റണ്ണറിൻ്റെ. അപ്പോൾ അതാണ് ഈ ഒരു ബ്രേക്കിംഗ് ജെറ്റിൻ്റെ പർപ്പസ് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പോൾ നേരത്തെ ഫിഗറിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ബ്രേക്കിംഗ് ജെറ്റും കൂടെ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതിനായിട്ട് സെപ്പറേറ്റ് ഫിഗറൊന്നും വേണ്ട. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മൾ പഠിച്ച 3 ടർബൈൻ്റെ മുകളിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടെത്താനാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ടർബൈൻ്റെ മേലെയുള്ള ബ്ലേഡ്സിൻ്റെ ഒരു പ്രൊഫൈൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് പെൽറ്റൺ വീൽ ടർബൈൻ്റെ കേസാണ്. അപ്പോൾ ഈ ഒരു പെൽറ്റൺ വീൽ ടർബൈനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഹെമിസ്ഫെറിക്കൽ ബോളാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ റണ്ണറിൻ്റെ മേലെ ഒരുപാട് വെയിൻസ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു വെയിൻസിന് ഇല്ലെങ്കിൽ ആ ഒരു ഹെമിസ്ഫെറിക്കൽ ബോളിൻ്റെ ഒരു എൻലാർജ്ഡ് ഫിഗറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം വാട്ടർ ജെറ്റ് വന്നിട്ട് എന്താ സംഭവിക്കുന്നത്, നേരെ വന്നിട്ട് ഈ ഒരു എക്സാക്ട് സെൻറ്ററിൽ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, ഈ ഒരു ഹെമിസ്ഫെറിക്കൽ കപ്പിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യും. സോ ദാറ്റ് എന്ത് ചെയ്യും, പകുതി വാട്ടർ ജെറ്റ്
ഈ ഒരു സൈഡിലേക്കും ബാക്കി റിമൈനിങ് ഹാഫ് എന്താണ് ഈ ഒരു സൈഡിലേക്കും പോകും. ദെൻ ഈ ഒരു വാട്ടർ ജെറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ഹെമിസ്ഫിയറിക്കൽ ബോളിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഗ്ലൈഡ് ചെയ്ത് പോകും. ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, വെറും ഇത് ഗ്ലൈഡ് ചെയ്യുക മാത്രമല്ല, ഈ ഒരു വാട്ടർ ജെറ്റിൻ്റെ മൊമെൻറ്റം ഫോഴ്സ് ആയിട്ട് ഈ ഒരു ഹെമിസ്ഫിയറിക്കൽ ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. അങ്ങനെ എന്ത് സംഭവിക്കും, റണ്ണർ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് വേണ്ട ടോർക്കും അല്ലെങ്കിൽ വർക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പെൽട്ടൺ വീലിൽ നടക്കുന്നത്. ഇനി ഫ്രാൻസിസ് ടർബൈൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സംഭവിക്കും, വാട്ടർ റേഡിയലി ഇൻവേർഡ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ആംഗിളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടർബൈൻ്റെ ബ്ലേഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഈ ഒരു ഫ്ലോ കാരണം ടർബൈൻസിൻ്റെ ഈ ഒരു ഫ്രാൻസിസ് ടർബൈൻസിൻ്റെ ബ്ലേഡിൽ ഫോഴ്സ് എക്സെർട്ട് ചെയ്യും. ഓക്കെ, സോ ആ ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്ന കണ്ടെത്തിയാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടുന്ന വർക്ക് ഔട്ട്പുട്ട് കണ്ടെത്താൻ സാധിക്കും. സിമിലർ കേസാണ് എന്ത്, ഇതൊരു ആക്സിൽ ഫ്ലോ ടർബൈൻ്റെ കേസാണ്. അപ്പോൾ എന്താണ്, വാട്ടറിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ആക്സിൽ ഡയറക്ഷനിലായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ആക്സിൽ ഡയറക്ഷനിലായിരിക്കും. ആൻഡ് ഈ ഒരു ആക്സിൽ ഡയറക്ഷനിലുള്ള ഫ്ലോ കാരണം എന്ത് സംഭവിക്കും, നമ്മൾ ബ്ലേഡ്സിനെ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് അറ്റാക്കിലായിരിക്കും ഇല്ലെങ്കിൽ പെർട്ടിക്കുലർ ആംഗിളിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലോ കാരണം എന്ത് സംഭവിക്കും, ഈ ഒരു ബ്ലേഡ്സിൻ്റെ മുകളിൽ ഫോഴ്സ് എക്സെർട്ട് ചെയ്യും. ദെൻ അൾട്ടിമേറ്റ്ലി എന്താണ്, ഈ ഒരു ടർബൈൻ കറങ്ങിയിട്ട് നമുക്ക് വേണ്ട ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടും. ഇനി നമുക്ക് മടങ്ങി വരുന്നത് ഈ ഒരു ഫെൽട്ടൺ ടർബൈൻ്റെ കേസിലേക്കാണ്. കാരണം ഇതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിളാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു സർഫസിൽ വാട്ടർ ജെറ്റ് ആക്ട് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എക്സെർട്ടഡ് കണ്ടെത്താനുള്ള എക്സ്പ്രഷനൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അത് അടുത്തായിട്ട് എടുക്കാനുള്ളത്. ഫോഴ്സ് എക്സെർട്ടഡ് ബൈ എ ജെറ്റ് ഓഫ് വാട്ടർ ഓൺ an unsymmetrical moving curved plate when the jet strikes tangentially at one of the tip. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു അൺസിമെട്രിക്കൽ കർവ്ഡ് പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ട്രയാങ്കിൾ ഒന്നും നിങ്ങളിപ്പം കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, ഈ ഒരു BAD എന്നുള്ള ട്രയാങ്കിളും അതുപോലെ EGH എന്നുള്ള ട്രയാങ്കിളും നിങ്ങളിപ്പം കൺസിഡർ ചെയ്യണ്ട. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫിഗർ മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ ഒരു കർവ്ഡ് അൺസിമെട്രിക്കൽ പ്ലേറ്റ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളൊരു വാട്ടർ ജെറ്റ് ഉണ്ട്. ഈ ഒരു വാട്ടർ ജെറ്റ് ടാൻജൻഷ്യലി ഈ ഒരു കർവ്ഡ് പ്ലേറ്റിലേക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ ആ തൊട്ട് മുന്നത്തെ പെൽട്ടൺ വീൽ ടർബൈൻ്റെ ഹെമിസ്ഫെറിക്കൽ ബക്കറ്റിൻ്റെ കേസ് എടുക്കുക. അവിടെ എന്താണെന്ന് സംഭവിച്ചത്, ഒരു വാട്ടർ ജെറ്റ് വന്നിട്ട് ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ സ്ട്രൈക്ക് ചെയ്യായിരുന്നു ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത വെലോസിറ്റി ഡയഗ്രാം കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തതാണ് ഈ ഒരു ട്രയാങ്കിൾ. എങ്ങനെ വന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം, കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത്യാവശ്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഒരു വെലോസിറ്റി വാട്ടർ ജെറ്റ് നമ്മൾ ടാൻജൻഷ്യലി, കാരണം ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ ആണ് പെൽട്ടൺ ടർബൈൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടാൻജൻഷ്യൽ ആയിട്ട് ഈ വാട്ടർ ജെറ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു കർവ്ഡ് പ്ലേറ്റിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആദ്യം കാണാം V1 എന്നുള്ളത്. അപ്പോൾ ഈ V1 എന്നുള്ളത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ദി ജെറ്റ് അറ്റ് ഇൻലെറ്റ്. അതായത് ഈ ഒരു ജെറ്റിന് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ടാകും, സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി. സോ ആ ഒരു വെലോസിറ്റിയാണ് V1. ഇനി U1 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. U1 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടർബൈൻ എന്തായാലും റൊട്ടേറ്റ് ചെയ്തിരിക്കും അല്ലേ. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലേഡിന് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ടാകും അല്ലേ. അപ്പോൾ ആ ഒരു ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻലെറ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റിലുള്ള ബ്ലേഡിൻ്റെ വെലോസിറ്റിയാണ് U1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വെലോസിറ്റി ഓഫ് ദി പ്ലേറ്റ് ഓർ വെയിൻ അറ്റ് ദി ഇൻലെറ്റ്. അപ്പോൾ ഇൻലെറ്റിലുള്ള വെയിൻ്റെയോ അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെയോ വെലോസിറ്റിയാണ് U1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയറക്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് U1. അതായത് AC എന്ന് വെച്ചിട്ടുള്ള ആ ഒരു ലെങ്ത് ആണ് U1ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇനി VR1 എന്നുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ള ആദ്യം പറഞ്ഞുതരാം. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ജെറ്റ് ആൻഡ് പ്ലേറ്റ് അറ്റ് ഇൻലെറ്റ്. അതായത് ഈ ജെറ്റിന് ഒരു വെലോസിറ്റി ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഈ ഒരു വാട്ടർ ജെറ്റിന് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ആയിരിക്കും V1 ഉണ്ടാകുക. അതുപോലെ ഈ ഒരു പ്ലേറ്റിന് വേറൊരു വെലോസിറ്റി ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഈ ഒരു അൺസിമെട്രിക്കൽ പ്ലേറ്റിന് മറ്റൊരു വെലോസിറ്റി ആയിരിക്കും U1 ഉണ്ടാകുക. എന്നാൽ ഈ ഒരു VR1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ രണ്ടിനും കൂടെ ഒരു ഡിഫറൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നിങ്ങൾ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ ഒക്കെ പഠിച്ചിട്ടില്ല, അതേപോലെയാണ് വരുന്നത്. ഇത് V1ഉം U1ഉം അതുപോലെ VR1ഉം. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇനി നമുക്ക് രണ്ട് ആംഗിൾസ് ഉണ്ട്. ഓക്കെ, അപ്പം VR1 എന്ന് പറഞ്ഞാൽ CB എന്നുള്ള ആ ഒരു ലെങ്ത്തിനെയാണ് VR1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ആംഗിളാണ് ഈ ഒരു ആൽഫ. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞാൽ എന്ത് ആംഗിളാണ്, ഈ ഒരു വെലോസിറ്റി ഓഫ് ജെറ്റും അതുപോലെ തന്നെ പ്ലേറ്റിൻ്റെ വെലോസിറ്റി നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഈ ആൽഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദി ഡയറക്ഷൻ ഓഫ് ജെറ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പ്ലേറ്റ്. ഓക്കെ, ഓൾസോ കോൾഡ് ഗൈഡ് ബ്ലേഡ് ആംഗിൾ. അപ്പം ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്
അല്ലെങ്കിൽ നിങ്ങൾക്ക് തരും ഗൈഡ് ബ്ലേഡ് ആംഗിൾ എത്രയാണ് ആൽഫാൻ്റെ തരും 165 ഡിഗ്രിയോ അല്ലെങ്കിൽ 120 ഡിഗ്രിയോ എത്രയെങ്കിലും ഒരു വാല്യൂ നമുക്ക് തരും. അപ്പം ഗൈഡ് ബ്ലേഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ജെറ്റിൻ്റെ വെലോസിറ്റിയും അതുപോലെ തന്നെ പ്ലേറ്റിൻ്റെ വെലോസിറ്റി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഗൈഡ് വെയിൻ ആംഗിൾ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി മറ്റൊരു ആംഗിളാണ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾ മെയ്ഡ് ബൈ ദി റിലേറ്റീവ് വെലോസിറ്റി വിത്ത് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ അറ്റ് ഇൻലെറ്റ്, ഓൾസോ കോൾഡ് വെയിൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ്. ഓക്കെ, അതായത് ഈ ഒരു റിലേറ്റീവ് വെലോസിറ്റിയും ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പ്ലേറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത് പറയുന്നത്, വെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, വെയിൻ ആംഗിൾ തീറ്റ എന്നുള്ളത് കൊണ്ട് പറയുന്നത് കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക ഈ ടെർമിനോളജീസ് ഒക്കെ തന്നെ. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വെലോസിറ്റിയും കൂടെ ഉണ്ട്, VW1ഉം അതുപോലെ VF1ഉം. ഓക്കെ, VW1ഉം VF1ഉം. ഇതെന്താണെന്ന് വെച്ചാൽ വേൾ കമ്പോണൻറ്റും, VW1 എന്ന് പറഞ്ഞാൽ വേൾ കമ്പോണൻറ്റും VF1 എന്ന് പറഞ്ഞാൽ ഫ്ലോ കമ്പോണൻറ്റുമാണ്. ഓക്കെ, അതായത് നമ്മളെ ഈ ഒരു വെലോസിറ്റി ഓഫ് ജെറ്റ് V1നെ നമുക്ക് വേണമെങ്കിൽ എന്താണ് രണ്ട് പാർട്ടുകളായിട്ട്, അതായത് നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റുമായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഈ V1 ഉണ്ടല്ലോ, V1 നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റായ വേൾ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റായ ഫ്ലോ കമ്പോണൻറ്റുമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് VW1ഉം VF1ഉം. ഓൾ റൈറ്റ്, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻലെറ്റിലുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ അല്ലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു ഔട്ട്ലെറ്റിലും സംഭവിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇവിടെ VR2. ഓക്കെ, ഇവിടെ VR2 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ പ്ലേറ്റ് ആൻഡ് വെയിൻ ആണ്. ഓക്കെ, VR2 എന്നുള്ളത്. അപ്പം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ VR2 ഔട്ട് സൈഡിലായിരിക്കും വരിക, കാരണം ഇവിടെ VR1 മിഡിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം അറിഞ്ഞിരുന്നാൽ തന്നെ എല്ലാ പ്രോബ്ലംസും ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീനുള്ള ആംഗിളുകളാണ് ഈ പറഞ്ഞ എന്ത്, പൈ ആണ് വെയിൻ ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ്, അതുപോലെ BT ആണ് എന്ത്, നമ്മുടെ ഗൈഡ് ബ്ലേഡ് ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അറ്റ്ലീസ്റ്റ് ബൈ ഹാർട്ടെങ്കിലും പഠിക്കുക. കാരണം എന്താണ്, പ്രോബ്ലം ചോദിക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല ഇല്ലെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് വെലോസിറ്റി ട്രയാങ്കിൾസ് ആൻഡ് വർക്ക് ഡൺ ഫോർ ഫെൽട്ടൺ വീൽ. അതായത് ഒരു ഫെൽട്ടൺ വീൽ ടർബൈനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിളും അതുപോലെ തന്നെ വർക്ക് ഡണ്ണും കണ്ടെത്തുന്നതാണ് നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു, നമ്മളൊരു ജനറൽ കേസ് ആയിരുന്നു പഠിച്ചത് അല്ലേ. ഒരു ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈനെ സംബന്ധിച്ചിടത്തോളം ഒരു അൺസിമെട്രിക്കൽ ബ്ലേഡിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോഴുള്ള വാട്ടർ ജെറ്റിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസ് ആയ ഇൻലെറ്റ് വെലോസിറ്റി, ബ്ലേഡ് വെലോസിറ്റി, വെയിൻ ആംഗിൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയത് അല്ലേ. അങ്ങനെ ആ ഒരു കാര്യം ജനറലൈസ് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ നമ്മളൊരു ഫെൽട്ടൺ വീലിൻ്റെ കേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഫിഗറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പ്രോബ്ലം ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് വേണം ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതാണ് നമ്മളെ ഒരു ഫെൽട്ടൺ വീൽ ടർബൈനിൻ്റെ റണ്ണറിൻ്റെ മുകളിലുള്ള ഹെമിസ്ഫിരിക്കൽ ബക്കറ്റ് ഇല്ലെങ്കിൽ ഒരു ബൗള് അല്ലേ. ആൻഡ് ഇതിൻ്റെ സെൻട്രലായിട്ട് എന്താണ്, ഒരു സ്പ്ലിറ്റർ ഉണ്ടായിരിക്കും. എന്താണ് ഈ സ്പ്ലിറ്ററിൻ്റെ പർപ്പസ്, നമ്മളുടെ ആ ഒരു സിംഗിൾ വാട്ടർ ജെറ്റിനെ രണ്ട് ഹെമിസ്ഫിറിക്കൽ ബോളോ അല്ലെങ്കിൽ കപ്പിലേക്കും ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്പ്ലിറ്ററിൻ്റെ പർപ്പസ്. ഓക്കെ, ആൻഡ് ആ ഒരു നമ്മൾ വരച്ച ഹെമിസ്ഫിറിക്കൽ ബോളിൻ്റെ അല്ലെങ്കിൽ ബക്കറ്റിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ സെൻട്രലാണ് സ്പ്ലിറ്റർ. അപ്പം ഇവിടെ എന്ത് സംഭവിക്കുന്നു, നമ്മൾ കൊടുക്കുന്ന വാട്ടർ ജെറ്റ് നമ്മൾ ടോപ്പ് പോർഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഇതേപോലെ താഴത്തേക്കും ഉണ്ടാകും, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം ഏതെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റർ പോർഷനിൽ ആക്ട് ചെയ്യുന്ന വാട്ടർ ജെറ്റ് എന്താണ്, രണ്ട് സൈഡിലേക്കും ഈക്വലായിട്ട് വാട്ടറിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു ഈ ഒരു സ്പ്ലിറ്റർ വഴി. സോ ഇവിടെ നമുക്ക് ആദ്യം നോക്കേണ്ടത് V1 എന്ന് പറഞ്ഞാൽ എന്താണ്, V1 എന്ന് പറഞ്ഞാൽ ബേസിക്കലി വെലോസിറ്റി ഓഫ് ദി ജെറ്റ് അറ്റ് ഇൻലെറ്റ്. ഈ 1 എന്നുള്ളതെല്ലാം തന്നെ ഇൻലെറ്റ് കണ്ടീഷനും 2 എന്നുള്ളതെല്ലാം തന്നെ എക്സിറ്റ് കണ്ടീഷൻ ആയിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പം V1 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് ഇൻലെറ്റിലുള്ള ജെറ്റിൻ്റെ വെലോസിറ്റിയാണ് V1. ഇനി നേരത്തെ നമ്മൾ വരച്ചതുപോലെ ഇതിൽ ഒരു ട്രയാങ്കിളായിട്ട് നമുക്ക് എന്താണ് കിട്ടിയെന്ന് വരില്ല ഈ ഒരു ഫെൽട്ടൺ വീലിൻ്റെ കേസിൽ. കാരണം എന്താണ്, ഇത് ഹൊറിസോണ്ടലായിട്ടാണ് ഈ ഒരു ഫെൽട്ടൺ വീലിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ V1ഉം വേൾ കമ്പൗണ്ടും സെയിം ആയിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, ശ്രദ്ധിച്ചോളാം, ഇങ്ങനൊരു ട്രയാങ്കിൾ പോർഷൻ നമുക്ക് ഇൻലെറ്റിൽ കിട്ടില്ല ഫെൽട്ടൺ വീലിൻ്റെ കേസിൽ. കാരണം എന്താണ്, ഒരു കുറച്ച് ചെരിഞ്ഞിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ ഇങ്ങനൊരു ട്രയാങ്കുലർ പോർഷൻസ് കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ എന്താണ് ഹൊറിസോണ്ടലായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ സിമെട്രിക് ആയിട്ട് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ V1 എന്നുള്ളത് എന്താണ്, നമ്മുടെ ജെറ്റിൻ്റെ വെലോസിറ്റിയാണ് V1. അതുപോലെ VW1 എന്താണ്, അതും സെയിം തന്നെയാണ്, V1ൻ്റെ സെയിം തന്നെയായിട്ടാണ് നമുക്ക് കിട്ടുക ഒരു ഫെൽട്ടൺ വീലിൻ്റെ കേസിൽ സംബന്ധിച്ചിടത്തോളം.
പിന്നെ അതുപോലെ U1 എന്ന് പറഞ്ഞതാണ് ഈ ഒരു ബക്കറ്റിൻ്റെ വെലോസിറ്റി ഉണ്ടാകും അല്ലേ, ആ ഒരു വെലോസിറ്റിയാണ് U1. അതുപോലെ V1 എന്ന് പറഞ്ഞാൽ ഈ U1ഉം V1ഉം തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് ആണ് VR1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ടത് എക്സിറ്റുള്ള കേസാണ്. എക്സിറ്റിൽ പക്ഷേ എന്താണ്, ഒരു ചെരിഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക് പോകുന്നത് അല്ലേ, അതുകൊണ്ട് തന്നെ എന്താണ് എക്സിറ്റിൽ ഒരു വെലോസിറ്റി ട്രയാങ്കിൾ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ VR2, V2, VF2, U2 അതുപോലെ VW2. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്താണ് എക്സിറ്റുള്ള വെലോസിറ്റി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്നുള്ളത് അല്ലേ. അപ്പോൾ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു വാട്ടർ ജെറ്റ് എത്രത്തോളം ഡിഫ്ലക്ട് ചെയ്തെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം ഒരു 165-170 ഡിഗ്രി ഒക്കെ ആയിരിക്കും ഈ ഒരു ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ വരിക. അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്താണ്, കാര്യം പ്രോബ്ലത്തിലൊക്കെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ തരുന്നൊരു ഡാറ്റയാണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെറ്റ് ഹെഡ് കാണുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഗ്രോസ് ഹെഡ് മൈനസ് ഫ്രിക്ഷണൽ ഹെഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ഹെഡ് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ ഗ്രോസ് ഹെഡ് ആണ് HG എന്നുള്ളത് കൊണ്ടും പിന്നെ HF എന്ന് പറഞ്ഞാൽ എന്താണ് 4FLV²/2DG ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് എന്താണ് നമുക്ക് ഫ്രിക്ഷണൽ ഹെഡും കണ്ടെത്താൻ സാധിക്കും. ഗ്രോസ് ഹെഡ് നമുക്ക് ഓൾറെഡി അറിയാം എത്ര ഹെഡ് ആണ് ഉള്ളതെന്നുള്ളത്, അതിൽ നിന്നും എന്ത് സബ്ട്രാക്ട് ചെയ്യുക, ഫ്രിക്ഷണൽ ഹെഡ് സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, നെറ്റ് ഹെഡ് കിട്ടുക എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് ഓരോ ടെർമിനോളജീസ് അറിഞ്ഞിരിക്കണം. ഈ V1 കാണാനും U1 കാണാനൊക്കെ ഡയറക്റ്റ് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മുന്നേ പഠിച്ച അല്ലെങ്കിൽ സിമ്പിൾ മെക്കാനിക്സിലുള്ള ഇക്വേഷൻസ് തന്നെയാണ്. അപ്പം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് കിട്ടുന്നതാണ്. അപ്പം V1 കാണാനുള്ള ഇക്വേഷൻ എന്താണ്, √2GH. ഓക്കെ, ഈ H എന്ന് പറഞ്ഞാൽ നെറ്റ് ഹെഡ് ആയിരിക്കും. യൂഷ്വലി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാറുണ്ട്. അപ്പം വെലോസിറ്റി ഓഫ് ജെറ്റ് കാണാനുള്ള എക്സ്പ്രഷൻ ആണ് എന്ത്, √2GH, അല്ലെങ്കിൽ V² √2AS എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് √2GH ആയിട്ട് പഠിക്കാം, ഈസി ആയിട്ട് തന്നെ പഠിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കുക. ഓക്കെ, വെലോസിറ്റി ഓഫ് ജെറ്റ് എന്ന് പറഞ്ഞാൽ ജെറ്റ് ഇൻലെറ്റ് മീൻസ് √2GH. ഇനി അതുപോലെ തന്നെ U = U1 = U2 = πdN/60. എന്താണ് ഈ πdN/60 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഇക്വേഷൻ, അതായത് ഈ ഒരു ബക്കറ്റിൻ്റെ വെലോസിറ്റിയാണ് πdN/60 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻലെറ്റിലുള്ള ഈ ഒരു വെലോസിറ്റി ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് കുറേ റിലേഷൻസ് ഒക്കെ ഫോം ചെയ്തെടുക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് റിലേഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ റിലേറ്റീവ് വെലോസിറ്റി കാണാനുള്ള എക്സ്പ്രഷനാണ് ആദ്യം. റിലേറ്റീവ് വെലോസിറ്റി കാണുക എന്നുള്ളത് എന്താണ്, നമുക്ക് ടോട്ടൽ ഈ V1 വെലോസിറ്റിയിൽ നിന്ന് ഈ ബക്കറ്റിൻ്റെ വെലോസിറ്റി സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും, VR1 കിട്ടും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ V1ഉം VW1ഉം സെയിം ആണ് ഒരു പെൽറ്റൺ വീലിൻ്റെ ഇൻലെറ്റിനെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ആൽഫ വാല്യൂം തീറ്റ വാല്യൂം ഇൻലെറ്റിൽ 0 ആയിരിക്കും, എന്നാൽ ഔട്ട്ലെറ്റിൽ ഉണ്ടായിരിക്കും. കാരണം എന്താണ്, നമുക്ക് കുറച്ചൊരു ചെരിഞ്ഞിട്ടാണ് ഔട്ട്ലെറ്റിൽ വാട്ടർ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫിഗറിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അടിസ്ഥാനപരമായിട്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഔട്ട്ലെറ്റിലെ വെലോസിറ്റി ട്രയാങ്കിൾ. അപ്പം ഇതാ ഈ ഒരു ഔട്ട്ലെറ്റിലെ വെലോസിറ്റി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതിൽ നിന്നും നിങ്ങൾക്ക് VR2ൻ്റെ വാല്യൂ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, VR2 എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഔട്ടറിലുള്ള ഈ ഒരു സാധനമാണ് VR2. അതെന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, VR1 ഈക്വൽ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, VR2 = VR1 ആയിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഒരു പെൽറ്റൺ വീൽ ടർബൈനെ സംബന്ധിച്ചിടത്തോളം. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്താം, VW2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാ ഈ ഒരു പോർഷനാണ് അല്ലേ, ഈ ഒരു VW2, അതായത് വേൾ കമ്പോണൻ്റ് അറ്റ് എക്സിറ്റ്. VW എന്ന് പറഞ്ഞാൽ വേൾ, WHIRL, വേൾ കമ്പോണൻ്റ് അറ്റ് എക്സിറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, നമുക്ക് ജസ്റ്റ് ആ ഒരു ട്രിഗ്നോമെട്രീൻ്റെ ലോസ് യൂസ് ചെയ്തിട്ട് കണ്ടെത്താൻ സാധിക്കും. VR2 cos φ എന്ന് പറഞ്ഞാൽ ഈ ഒരു എൻ്റയർ ഡിസ്റ്റൻസ് ആണ് അല്ലേ, VR2 cos φ മൈനസ് U2 ആണ് എന്ത്, VW2. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. ഇനി ഇതിൽ നമുക്ക് ഓരോ കോമ്പോണൻസ് അറിഞ്ഞിരിക്കണം. ഫോഴ്സ് എക്സൈറ്റഡ് ഇൻ ദി എക്സ് ഡയറക്ഷൻ എന്താണ്, അല്ലെങ്കിൽ എക്സ് ഡയറക്ഷൻ ഉദ്ദേശിച്ചത് എന്താണ്, ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ്. ദാറ്റ് ഈസ് given by ρAv² ആണോ അല്ലേ. അപ്പം നമുക്കറിയാം F = ρAv² ആയിരുന്നു. പക്ഷെ ഇവിടെ V² എന്ന് പറയുന്നത് എന്താണ് എഴുതേണ്ടത്, വേൾ കമ്പോണൻസ് ആയിട്ടാണ് എഴുതേണ്ടത്. അതായത് ρAv1 × VW1 + VW2. ഇതിൻ്റെ ഡെറിവേഷൻ പാർട്ടൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ഈ ഒരു ഇക്വേഷൻസ് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബോക്സിൽ ഇടുന്ന ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ്, ഈ ഒരു വെലോസിറ്റി ട്രയാങ്കിൾ പഠിച്ചാൽ ഈസി ആയിട്ട് തന്നെ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പഠിച്ചോളാമെന്നില്ല, ഈ ഒരു വെലോസിറ്റി ട്രയാങ്കിൾ അറിഞ്ഞിരുന്നാലും മതി. ഇനി നിങ്ങൾക്ക് ഏരിയ ഓഫ് ദി ജെറ്റ്, ആ ഒരു വാട്ടർ ജെറ്റിൻ്റെ ഏരിയ കാണാനുള്ള എക്സ്പ്രഷൻ ആണ് π/4d². ഓക്കെ, ഏരിയ കാണാനുള്ള എക്സ്പ്രഷൻ ആണ് π/4d². ഇതൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്തിനാണെന്നുള്ളത്. ഓക്കെ, ആ ഒരു വാട്ടർ ജെറ്റിൻ്റെ ഏരിയ.
പിന്നെ അതുപോലെ തന്നെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു എഫ് നമുക്ക് ഓൾറെഡി കിട്ടിയാണ്. സോ ഈ എഫ് ഇൻറ്റു യു ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് വർക്ക് ഡൺ കിട്ടും. ഓക്കെ, പവർ അടുത്തായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് പവറാണ്. പവർ കാണാൻ എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ആക്ച്വലി നമ്മളിവിടെ കണ്ടെത്തിയിരിക്കുന്നത് തന്നെ വർക്ക് ഡൺ അല്ല, വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ്. അതായത് ബേസിക്കലി ഇവിടെ പവർ തന്നെയാണ് നമ്മൾ കണ്ടെത്തിയത് അല്ലേ. എന്നാൽ കിലോ വാട്ടിലേക്ക്, അതായത് പവർ ഗിവൺ ടു ദി റണ്ണർ ബൈ ജെറ്റ്, അതെന്ന് പറഞ്ഞാൽ എന്താണ്, റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു ഇൻറ്റു യു ബൈ 1000 ഇൻറ്റു കിലോ വാട്ട്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് മാറിപ്പോയതാണ്. അത് വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ്. ദാറ്റ് ഈസ് പവർ തന്നെയായിരുന്നു നേരത്തെ നമ്മൾ കണ്ടെത്തിയത്. പക്ഷേ അത് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡിലായിരുന്നു നമ്മൾ കണ്ടെത്തിയിരുന്നത്. പക്ഷേ നമുക്ക് യൂഷ്വലി എന്താണ്, കിലോ വാട്ടിലാണ് നമ്മൾ പവറിൻ്റെ റേറ്റിംഗ് എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷനിലേക്ക് മാറും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഈ ഒരു ഇക്വേഷനായിരുന്നു നമ്മൾ ഈ ഒരു സെഷൻ്റെ മുന്നേ എടുത്തിരുന്നത്. ഇങ്ങനെ വന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി വർക്ക് ഡൺ പെർ സെക്കൻഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ്. അപ്പോൾ അത് കാണാൻ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് എന്താണ്, വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈ ഒരു എക്സ്പ്രഷനെ മാത്രം. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് റോ എ വി വൺ ഇൻറ്റു ജി കിട്ടും. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1/g ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു ഇൻറ്റു യു എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഹൈഡ്രോളിക് എഫിഷ്യൻസി കാണാനാണ്. പലപ്പോഴും പെൽറ്റൺ വീലിൻ്റെ ഹൈഡ്രോളിക് എഫിഷ്യൻസി ഒക്കെ കാണാൻ ചോദിക്കാറുണ്ട്. സോ അത് കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇക്വേഷൻ ആദ്യം അറിഞ്ഞിരിക്കുക. വർക്ക് ഡൺ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ദി ജെറ്റ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിരുന്നു എന്ത്, വർക്ക് ഡൺ പെർ സെക്കൻഡ് എത്രയാണെന്നുള്ളത്, റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു ഇൻറ്റു യു ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിരുന്നു. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്, കൈനറ്റിക് എനർജി ഓഫ് ജെറ്റ് പെർ സെക്കൻഡ് ആണ് അല്ലേ. അപ്പം കൈനറ്റിക് എനർജി ഓഫ് കാണാനുള്ള എക്സ്പ്രഷൻ ആണ് നമുക്കറിയാം, ഹാഫ് എം വി സ്ക്വയർ ആണ് അറിയാം അല്ലേ. കൈനറ്റിക് എനർജിൻ്റെ സിമ്പിൾ എക്സ്പ്രഷൻ ആണ്. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ എമ്മിനെ മാറ്റുക. എം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി മാസ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. സോ ഇവിടെ നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്തതാണ്. ഈ മാസിന് പകരം റോ എ വി വൺ ആക്കുക. ഓക്കെ, മാസ് ഫ്ലോ റേറ്റിന് പകരം റോ എ വി വൺ ആക്കുന്നു. അതുപോലെ വെലോസിറ്റിക്ക് പകരം നമ്മൾ എന്താണ്, ജെറ്റ് വെലോസിറ്റി ആയിട്ട് എടുക്കുന്നു, വി വൺ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്തതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2 ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു ഇൻറ്റു യു ഡിവൈഡ് ബൈ വി വൺ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ഒരു ഇൻലെറ്റിലുള്ള വെലോസിറ്റി ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ വി ഡബ്ല്യു വൺ അതുപോലെ വി ഡബ്ല്യു ടു തുടങ്ങിയ ടേംസിനെ എല്ലാം തന്നെ വി വണ്ടെ ടേംസിലേക്കാക്കിയിട്ട് മാറ്റി എഴുതണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഈ വെലോസിറ്റി ട്രയാങ്കിൾ തന്നെ ഈസി ആയിട്ട് തന്നെ കണ്ടെത്താൻ സാധിക്കും. കാരണം എന്താണ്, നമുക്കറിയാം ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ നമുക്ക് മനസ്സിലാകും വി വൺ തന്നെയാണ് വി ഡബ്ല്യു വൺ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഡബ്ല്യു വണ്ണിനെ നമുക്ക് വി വൺ എഴുതാം. പിന്നെ അതുപോലെ വി ഡബ്ല്യു ടുൻ്റെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, എക്സിറ്റുള്ള വെലോസിറ്റി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. സോ അത് കൺസിഡർ ചെയ്താൽ നിങ്ങൾ ചെയ്ത് നോക്കുക, ജസ്റ്റ് അതിൻ്റെ സ്റ്റെപ്സും കാൽക്കുലേഷൻ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വി ഡബ്ല്യു ടു ഈസ് ഈക്വൽ ടു വി വൺ മൈനസ് യു ഇൻറ്റു കോസ് പൈ മൈനസ് യു എന്ന് കിട്ടും. ഓക്കെ, ആ ഒരു എക്സ്പ്രഷൻ, ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യാം, വി ഡബ്ല്യു ടുൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ റീഅറേഞ്ച് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2 ഇൻറ്റു വി വൺ മൈനസ് യു ഇൻറ്റു വൺ പ്ലസ് കോസ് പൈ ഇൻറ്റു യു ഡിവൈഡ് ബൈ വി വൺ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ഇതാണ് എന്ത് നമുക്ക് കണ്ടെത്താനുള്ള എക്സ്പ്രഷൻ, ഹൈഡ്രോളിക് എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി മാക്സിമം എഫിഷ്യൻസി കാണാനുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്. സോ അത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജെറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബ്ലേഡ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2 എന്നുള്ള കണ്ടീഷൻ വരുമ്പോഴാണ്. അതായത് വി ഈക്വൽ ടു വി എന്ന് പറഞ്ഞതാണ് ജെറ്റ് വെലോസിറ്റി ഈക്വൽ ടു ബ്ലേഡ് വെലോസിറ്റി യു ഡിവൈഡഡ് ബൈ 2 എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, മാക്സിമം ഹൈഡ്രോളിക് എഫിഷ്യൻസി അച്ചീവ് ചെയ്യുക. ഓക്കെ, സോ ആ ഒരു കണ്ടീഷൻ, അതായത് വി ഈക്വൽ ടു അല്ലെങ്കിൽ വി വൺ ഈക്വൽ ടു യു ബൈ 2 എന്നുള്ള കണ്ടീഷൻ ഇതിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഫൈനലായിട്ട് 1 പ്ലസ് കോസ് പൈ ബൈ 2 എന്നുള്ള ഒരു എക്സ്പ്രഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയ ഇക്വേഷൻസും എക്സ്പ്രഷൻസും ഒന്നും കണ്ടിട്ട് പേടിക്കാൻ നിൽക്കേണ്ട. പ്രോബ്ലം വളരെ സിമ്പിളാണ്. നമ്മളെല്ലാ ഇക്വേഷൻസ് ടുഗദർ ഞാൻ ഒറ്റ സെക്ഷനിൽ എടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഒരു ഡിഫിക്കൽട്ടി തോന്നുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലായിക്കോളും എത്രത്തോളം സിമ്പിളാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ട്രെസ് ചെയ്തെടുത്ത ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് അത് പഠിച്ചോളുക. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡെറിവേഷൻ പാർട്ടൊന്നും ഇതിൽ ഒരിക്കലും ചോദിക്കാറില്ല. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. ഈ പറഞ്ഞ ഫൈനൽ എക്സ്പ്രഷൻസ് മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഇൻഫാക്ട് ഈ ഒരു വെലോസിറ്റി ഡയഗ്രാം കൺസിഡർ ചെയ്യാൻ നിങ്ങൾ പഠിച്ച ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനും സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി
വളരെ റെയർ ആയിട്ട് ഇടയ്ക്ക് പെൽറ്റൺ വീൽ ടർബൈൻ ഡിസൈൻ ഒക്കെ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പം അതെങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് റീകോൾ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ദി വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് ദി ഇൻലെറ്റ് ഈസ് ഗിവൺ ബൈ, അതായത് ജെറ്റ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ v1 = √2gh ആയിരുന്നു നമ്മൾ മുന്നേ പഠിച്ചിരുന്നത് അല്ലേ. പക്ഷേ ഇവിടെ എന്താണ് cv × √2gh. കാരണം പല പ്രാക്ടിക്കൽ കേസുകളിലും അല്ലെങ്കിൽ ആക്ച്വൽ കേസുകളിലും എന്തായിരിക്കും, നമ്മുടെ ജെറ്റ് വെലോസിറ്റീൻ്റെ കൂടെ നമ്മൾ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ നമുക്ക് ആക്ച്വൽ വെലോസിറ്റി കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ cv കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മോർ ഓർ ലെസ് 1ൻ്റെ അടുത്തായിരിക്കും വരിക. ഓക്കെ, 0.99 × √2gh ആണ്. അപ്പോൾ ഏകദേശം സെയിം ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി വെലോസിറ്റി ഓഫ് വീൽ ഈസ് ഗിവൺ ബൈ, അതായത് വീലിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്, u = 5 × √2gh ആണ്. ഓക്കെ, 5 എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്പീഡ് റേഷ്യോ ആണ്. അപ്പോൾ ഒരു പെൽറ്റൺ വീൽ ടർബൈനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്പീഡ് റേഷ്യോൻ്റെ വാല്യൂ ആണ് 0.43 to 0.48 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് വീലിൻ്റെ വെലോസിറ്റി കാണാനുള്ള എക്സ്പ്രഷനാണ് u = 5 × √2gh. ഓക്കെ, 5 കൊണ്ട് ജസ്റ്റ് ഒന്ന് √2gh കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മറ്റൊന്നാണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. അപ്പോൾ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ ഒരു വെലോസിറ്റി ട്രയാങ്കിൾ പഠിച്ചപ്പം പറഞ്ഞിരുന്നു. സോ നമുക്ക് 165 എടുക്കുക, ഒരു പ്രത്യേകിച്ച് ഒരു വാല്യൂ തന്നിട്ടില്ലെങ്കിൽ 165 ആണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മേ ബി തരും നമുക്ക് 170 175 എത്രയാണെന്ന് വെച്ചാൽ തരും, തന്നിട്ടില്ലെങ്കിൽ 165 എടുക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് മീൻ ഡയമീറ്റർ ഓർ, അതായത് നമുക്ക് എത്രത്തോളം ഡയമീറ്റർ ആ ഒരു പെൽറ്റൺ വീലിന് വേണം എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു എക്സ്പ്രഷനാണ് എന്താ u = πdn/60 ആയിരുന്നു. അതിൽ നിന്നും d = 60u/πn വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും, എത്രത്തോളം ഡയമീറ്റർ വേണം ആ ഒരു പെൽറ്റൺ വീലിന് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും. u നമുക്ക് ഇവിടെ നമ്മൾ മുന്നേ കണ്ടിരുന്നു, ഈ ഒരു രീതിയിൽ കണ്ടെത്താനും സാധിക്കും. ഓക്കെ, സ്പീഡ് റേഷ്യോ വെച്ചിട്ട് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഈ ഒരു യുവിൻ്റെ വാല്യൂ. പിന്നെ ജെറ്റ് റേഷ്യോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റേഷ്യോ ബിറ്റ്വീൻ പിച്ച് ഡയമീറ്റർ ഓഫ് പെൽറ്റൺ വീൽ ടു ദി ഡയമീറ്റർ ഓഫ് ജെറ്റ്, അതായത് ആ ഒരു വലിയ പെൽറ്റൺ വീലിൻ്റെ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ജെറ്റിൻ്റെ ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഷ്യോ ഓൾമോസ്റ്റ് എവിടെയാണ് വരിക, 12 ആയിരിക്കും വരിക. ഓക്കെ, അല്ലെങ്കിൽ ജെറ്റിൻ്റെ 12 ടൈംസ് ആണ് എന്ത് പെൽറ്റൺ വീലിൻ്റെ പിച്ച് ഡയമീറ്റർ എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇനി എത്രത്തോളം ബക്കറ്റ് റണ്ണറിൽ വേണം എന്നുള്ളത് കണ്ടെത്താനുള്ള എക്സ്പ്രഷനാണ് z = 15 + d/2d. ഓക്കെ, 15 + d/2d, അതായത് ഏകദേശം 15 + 0.5 5m എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, m എന്ന് പറഞ്ഞാൽ ജെറ്റ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ബക്കറ്റ്സ് ഓൺ റണ്ണറും കിട്ടും. ഓക്കെ, ഇനി എത്രത്തോളം ജെറ്റുകൾ ഒരു പെൽറ്റൺ വീലിന് വേണം എന്നുള്ളത് കണ്ടെത്താനാണ് ടോട്ടൽ ഫ്ലോ റേറ്റിനെ കൊണ്ട് ഒരു സിംഗിൾ ജെറ്റിൻ്റെ ഫ്ലോ റേറ്റ് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും, ഒരു പെർട്ടിക്കുലർ പെൽറ്റൺ വീലിന് എത്രത്തോളം ജെറ്റ്സ് ഓഫ് വാട്ടർ കൊടുക്കണം എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പെൽറ്റൺ വീൽ ടർബൈൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾ അറിഞ്ഞിരുന്ന പെൽറ്റൺ വീലിൻ്റെ ഏത് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാനുള്ള ലെവലായിട്ട് ഉണ്ടാക്കും നിങ്ങൾ. സോ നിങ്ങൾ അറിഞ്ഞിരിക്കുക, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കുക. കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു 2-3 പ്രോബ്ലം ചെയ്യാം. എന്നിരുന്നാലും ഒരുപാട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് ഫെമിലിയർ ആയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഏത് പ്രോബ്ലം കിട്ടിയാലും എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. സോ ഇനി നമുക്ക് പെൽറ്റൺ വീലിൻ്റെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇത്രക്കും ടൈം ആയ സ്ഥിതിക്ക് ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുക. സോ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ബെൻസാൽ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ SKSOMൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്തിട്ട് കഴിയുന്നത്ര പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫെമിലിയർ ആവുക. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാംസിന് അത് ഏത് ക്വസ്റ്റ്യൻസ് വന്നാൽ ഏത് ടൈപ്പാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഈസി ആയിട്ട് തന്നെ അതിനെ സോൾവ് ചെയ്യാനും സാധിക്കുള്ളൂ. ഇനി നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ പെൽറ്റൺ വീൽ ഹാസ് എ മീൻ ബക്കറ്റ് സ്പീഡ് ഓഫ് 10 m/s. അപ്പം പെൽറ്റൻ്റെ ബക്കറ്റ് സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 10 m/s ആണെന്നുള്ളത്. വിത്ത് എ ജെറ്റ് ഓഫ് വാട്ടർ ഫ്ലോയിങ് അറ്റ് ദ റേറ്റ് ഓഫ് 700 L/s. നമുക്ക് ഡിസ്ചാർജും തന്നിട്ടുണ്ട് എത്ര, 700 L/s ആണെന്നുള്ളത്. അണ്ടർ ഹെഡ് ഓഫ് 30 meter, ഹെഡും തന്നിട്ടുണ്ട് 30 meter ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ബക്കറ്റിൻ്റെ സ്പീഡ് 10 m/s ആണെന്നും ഡിസ്ചാർജ് 700 L/s ആണെന്നും അതുപോലെ ഹെഡ് 30 ആണെന്നും തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ആ ഒരു സെൻറ്റൻസ് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ദ ബക്കറ്റ് ഡിഫ്ലക്ട് ദി ജെറ്റ് ത്രൂ ആൻ ആംഗിൾ ഓഫ് 160 degree. അപ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ ആംഗിളും കിട്ടിയിട്ടുണ്ട് 160 degree ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്,
കാൽക്കുലേറ്റ് ദി പവർ ഗിവൺ ബൈ ദി വാട്ടർ ടു ദി റണ്ണർ ആൻഡ് ദി ഹൈഡ്രോളിക് എഫിഷ്യൻസി ഓഫ് ദി ടർബൈൻ. അപ്പോൾ നമുക്ക് പവറും കാണണം, അതുപോലെ തന്നെ ഹൈഡ്രോളിക് എഫിഷ്യൻസിയും കാണണം. നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 0.98 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച കുറേ ഇക്വേഷൻസ് ഉണ്ടായിരുന്നു അല്ലേ, ആ ഇക്വേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുക. കാരണം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അറ്റ്ലീസ്റ്റ് ഗിവൺ ഡാറ്റാസ് എങ്കിലും എടുത്ത് ആദ്യം എഴുതി വെക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. സോ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ്, ഗിവൺ ഡാറ്റാസ് ആണ്. സ്പീഡ് ഓഫ് ദി ബക്കറ്റ് എത്ര നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. സോ ആ ഒരു 10 മീറ്റർ സെക്കൻഡ് നമ്മളിവിടെ എടുത്ത് എഴുതി. ദെൻ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് അല്ലേ, എത്രയാണ് 700 ലിറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നമുക്ക് ഈ ലിറ്റർ പെർ സെക്കൻഡിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിന് ആക്കി മാറ്റണം. ഓക്കെ, ജസ്റ്റ് ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ലിറ്റർ പെർ സെക്കൻഡിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓൾ റൈറ്റ്. പിന്നെ അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഹെഡ് എത്രയാണ് 30 മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. സോ ക്യാപിറ്റൽ H = 30 മീറ്റർ. പിന്നെ അതുപോലെ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ 160 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ ആ ഒരു ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ആണ് ഇവിടെ 160 ഡിഗ്രി. ഓക്കെ, പിന്നെ നമുക്ക് ഫൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക, നമുക്ക് 180 മൈനസ് 160 ഡിഗ്രിയാണ്. ഓക്കെ, ദാറ്റ് ഈസ് 20 ഡിഗ്രിക്ക് നമ്മുടെ ഫൈൻ്റെ വാല്യൂ. സോ അത് നമുക്കൊരു നമ്മളുടെ വെലോസിറ്റി ട്രയാങ്കിൾ വെച്ചിട്ട് കൺസിഡർ ചെയ്യാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ വെലോസിറ്റി ട്രയാങ്കിൾ മാർക്ക് ചെയ്യാം. ഓൾറൈറ്റ്, ഇത് 160 ഡിഗ്രിയാണ്, നിങ്ങൾ ഡിഫ്ലക്ഷൻ ആംഗിൾ 160 ആണ്, 165 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി അത് 160 എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് 160 ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളുടെ ഒരു വെലോസിറ്റി ട്രയാങ്കിൾ പെൽറ്റൺ വീലിൻ്റെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. കിട്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിൽ എനിക്ക് തന്നിരിക്കുന്നത് U1 ബക്കറ്റിൻ്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, എത്രയാണ് 0.7 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് തന്നിട്ടുണ്ട് 30. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ ഫൈൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എത്ര 20 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഡിസ്ചാർജ് 0.98 ആണെന്നും ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ ജെറ്റിൻ്റെ വെലോസിറ്റി കണ്ടെത്താം. ഓക്കെ, ഈ ജെറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, V1 അല്ലേ. V1 കണ്ടെത്താം, ആ ഒരു ജെറ്റ് പെൽറ്റൺ വീലിൻ്റെ ബക്കറ്റിൽ സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി. സോ അത് കണ്ടെത്താൻ വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടെത്താൻ സാധിക്കും. എന്താണ്, V1 = CV × √2gh ആണ് അല്ലേ. CV-ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, √2gh നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 23.77 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ജെറ്റിൻ്റെ വെലോസിറ്റി കിട്ടും. ഇനി നമുക്ക് ജെറ്റിൻ്റെ വെലോസിറ്റി കിട്ടിയതിന് ശേഷം മറ്റെന്താണ് കണ്ടെത്തേണ്ടതെന്ന് വെച്ചാൽ റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ ജെറ്റ് ആൻഡ് ബക്കറ്റ് കണ്ടെത്തണം. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ ജെറ്റ് ആൻഡ് ബക്കറ്റ് മീൻസ് V1 - U1 ആണ്. ഓക്കെ, സോ V1 നമുക്ക് കിട്ടിയതാണ് 23.77 ആണ്. അതുപോലെ U1 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 13.77 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് നമ്മളുടെ എന്ത് കിട്ടും, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് കിട്ടും, VR1 കിട്ടും. ഓക്കെ, ദെൻ VW1 നമുക്കറിയാം, ഈ ഒരു ഫിഗറിന് VW1 അതായത് വേൾഡ് കമ്പൗണ്ട് അറ്റ് ഇൻലെറ്റും വെലോസിറ്റി ഓഫ് ജെറ്റും എന്താണ്, ഒരു പെൽറ്റൺ വീലിൻ്റെ സംബന്ധിച്ചിടത്തോളം സെയിം ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താം, VW1 = V1 = 23.77 എഴുതാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിന് കിട്ടിയ ഡാറ്റാസ്. ഇനി നമുക്ക് ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിലേക്ക് കടക്കാം. അതിൽ നിന്നും നമുക്ക് വേണ്ട കാര്യങ്ങൾ കണ്ടെത്താം. സോ ഇതിൽ നിന്നും നമുക്ക് എന്താ പറയുക, ഒരു പെൽറ്റൺ വീലിനെ സംബന്ധിച്ചിടത്തോളം VR1 VR2 സെയിം ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ഈ കണ്ടെത്തിയിരിക്കുന്ന VR1 അതുപോലെ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളുള്ള VR2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. സോ ആ ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളുള്ള ഓരോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വെലോസിറ്റി കോമ്പണൻസ് കണ്ടെത്തുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ഓക്കെ ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചോളാം. VR2 = VR1 ആണ്. ഓക്കെ, കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. VR2 = VR, അതായത് റിലേറ്റീവ് വെലോസിറ്റി ഇൻലെറ്റിലുള്ളതും ഔട്ട്ലെറ്റിലുള്ളതും സെയിം ആയിരിക്കും. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും, VW2 കണ്ടുപിടിക്കാൻ പറ്റും, അതായത് വേൾഡ് കമ്പൗണ്ട് വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ VW2. സോ അതെങ്ങനെ കണ്ടെത്തുക, VW2 = നമുക്കറിയാം VR2, അതായത് ഈ ടോട്ടൽ ലെങ്ത്, അതായത് ഈ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് U2 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതല്ലേ നമുക്ക് ഈ VW2 എന്നുള്ളത് അല്ലേ. തീർച്ചയായും നമുക്ക് നമ്മുടെ സിമ്പിൾ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും, ഈ ഒരു VW2 അല്ലെങ്കിൽ വേൾഡ് കമ്പൗണ്ട് അറ്റ് എക്സിറ്റ് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് VR2 cos phi - U2. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഈ ഒരു VR2 cos phi ചെയ്ത് എന്ത് കിട്ടും, ഈ ഒരു ലെങ്ത് ആണ് കിട്ടുക അല്ലേ. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഒരു ലെങ്ത് ആണ് കിട്ടുക. ഓൾ റൈറ്റ്, ഈ ഒരു ലെങ്ത് ആണ് നമുക്ക് എന്ത് കിട്ടുക, VR2 cos phi എന്ന് ചെയ്താൽ കിട്ടുക. അതിൽ നിന്നും എന്ത് ചെയ്യുക, ഇത്രയും സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ബാക്കി എന്താ കിട്ടുക, VW1 ആയിട്ട് കിട്ടും. ഓക്കെ, സോ അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, VW2ൻ്റെ വാല്യൂ ഏകദേശം 2.94 മീറ്റർ പെർ
സെക്കൻഡിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മൾ വേൾഡ് കമ്പൗണ്ട് ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും കണ്ടെത്തിയത്? കാരണം നമുക്ക് വർക്ക് ഡൺ കാണണം അല്ലേ? വർക്ക് ഡൺ കണ്ടാലാണ് നമുക്ക് പവർ കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, അതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വേൾഡ് കമ്പൗണ്ട് ഇട്ട് ഇൻലെറ്റും വേൾഡ് കമ്പൗണ്ട് ഇട്ട് ഔട്ട്ലെറ്റും കണ്ടെത്തിയത്. സോ അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ പവർ അല്ലെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഓൺ ദി റണ്ണർ കണ്ടെത്താൻ വളരെ ഈസിയാണ്. കാരണം എന്താണ്? ജസ്റ്റ് ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓൾ റൈറ്റ്, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? നമുക്കറിയാം വർക്ക് ഡൺ ബൈ ദി ജെറ്റ് പെർ സെക്കൻഡ് ഓൺ ദി റണ്ണർ ഈസ് ഗിവൺ ബൈ റോ എ V1 ഇൻറ്റു VW1 പ്ലസ് VW2 ഇൻറ്റു U എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചെയ്താൽ എന്ത് കിട്ടും? എല്ലാം ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അറൗണ്ട് 186,970 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതിനെ നമുക്ക് കിലോ വാട്ടിലേക്ക് ആക്കാൻ എന്ത് കിട്ടും? ഏകദേശം 186.97 കിലോ വാട്ട് ആയിട്ട് നമ്മളുടെ എന്ത് കിട്ടും? പവർ ഗിവൺ ടു ദി ടർബൈൻ. ഓക്കെ, അത്രത്തോളം പവറാണ് വാട്ടർ ടർബൈനിലേക്ക് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഹൈഡ്രോളിക് എഫിഷ്യൻസി കാണണം. ഞാൻ പറഞ്ഞു ഹൈഡ്രോളിക് എഫിഷ്യൻസി കാണാനൊക്കെ തന്നെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. സോ ആ ഒരു ഇക്വേഷനിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അറൗണ്ട് നമ്മളുടെ ഹൈഡ്രോളിക് എഫിഷ്യൻസിൻ്റെ വാല്യൂ 94.54 ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, കിട്ടുന്ന ആൻസർ ശരിയാണോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ആൻസർ ശരിയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഹൈഡ്രോളിക് എഫിഷ്യൻസിൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും 90 അബോവ് ഒക്കെ ആയിരിക്കും വരിക, അല്ലെങ്കിൽ 85 എബോവ് ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ചെയ്തത് 85 എബോവ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളത് കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാനും ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. സോ നമ്മളുടെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൊട്ട് മുന്നത്തെ സീനിയേഴ്സിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേരെ കുഴക്കിയ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എ പെൽറ്റൻ ടർബൈൻ വർക്ക്സ് അണ്ടർ ഹെഡ് ഓഫ് 600 മീറ്റർ. അപ്പോൾ നമുക്ക് പെൽറ്റൻ ടർബൈൻ്റെ ഹെഡ് തന്നിട്ടുണ്ട് 600 മീറ്റർ ആണെന്നുള്ളത്. ഇഫ് ദി ഡിസ്ചാർജ് ത്രൂ ദി ടർബൈൻ ഈസ് 0.03 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിറ്റർമിൻ ദി പവർ ഡെവലപ്ഡ്. അപ്പോൾ ആ ടർബൈൻ്റെ ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് 0.03 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടർബൈൻ്റെ പവർ ഡെവലപ്പ് ചെയ്ത് കാണുക എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് കണ്ടെത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഇനിയും കണ്ടെത്താണ്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇഫ് ദി ടർബൈൻ സ്പീഡ് ഈസ് 1500 RPM, കാൽക്കുലേറ്റ് ദി സ്പെസിഫിക് സ്പീഡ് ഓഫ് ദി ടർബൈൻ. അപ്പോൾ നമുക്ക് ടർബൈൻ്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 1500 RPM ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് സ്പീഡാണ് കണ്ടെത്താൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സ്പെസിഫിക് സ്പീഡ് എന്നുള്ളത് നമുക്ക് കപ്ലാൻ ടർബൈനും ഫ്രാൻസിസ് ടർബൈനും പഠിക്കുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫോർ ദ ടൈം ബീങ് നിങ്ങൾ അറിഞ്ഞിരിക്കുക സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്ക് കണ്ടെത്തണം. അതോടൊപ്പം തന്നെ എന്താണ് ഓൾസോ കാൽക്കുലേറ്റ് ദി എഫിഷ്യൻസി ഓഫ് ദി ടർബൈൻ. അപ്പോൾ ഇത് എന്ത് എഫിഷ്യൻസി ആണെന്ന് നമുക്ക് തരാത്ത സ്ഥിതിക്ക് നമുക്കിത് ഓവറോൾ എഫിഷ്യൻസി ആയിട്ട് എടുത്ത് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ പവർ ഡെവലപ്ഡ് ഷാഫ്റ്റ് തരാത്ത സ്ഥിതിക്ക് നമുക്കിത് കണ്ടെത്താൻ സാധിക്കില്ല. ഓക്കെ, ഈ എഫിഷ്യൻസി കണ്ടെത്താൻ സാധിക്കില്ല. ഒന്നാമത് ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് എഫിഷ്യൻസിയാണ് സ്പെസിഫൈ ചെയ്യാത്ത സ്ഥിതിക്ക് സ്പെസിഫൈയും ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷാഫ്റ്റ് പവർ തരാത്തത് കൊണ്ട് തന്നെ ഓവറോൾ എഫിഷ്യൻസി നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. 2020 ഏപ്രിലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏപ്രിലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. ഗിവൺ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എച്ച് തന്നിട്ടുണ്ട് അല്ലേ? ഹെഡ് എത്ര തന്നിരിക്കുന്നത്? 600 മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? ഡിസ്ചാർജ് ക്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.03 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ദെൻ ഫൈനലി സ്പീഡ് അല്ലെങ്കിൽ RPM തന്നിട്ടുണ്ട്. എത്രയാണ്? 1500 RPM ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയ പവർ ഡെവലപ്ഡ് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടെത്താൻ സാധിക്കും. എന്താണ് പവർ ഡെവലപ്ഡ് കാണാനുള്ള എക്സ്പ്രഷൻ? പവർ ഡെവലപ്ഡ് ഈക്വൽ ടു എന്താണ്? റോ ക്യൂ ജി എച്ച് ആണ് അല്ലേ? റോ ക്യൂ ജി എച്ച് ആണ്. ഓക്കെ, ബ്ലൂ കളർ എത്രത്തോളം മനസ്സിലാവേണ്ടതറിയില്ല. ഇനി നമുക്ക് ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റോ മീൻസ് 1000, ക്യൂ നമുക്ക് തരാം 0.03 ആണെന്നുള്ളത്. അതുപോലെ ജി എന്ന് പറഞ്ഞാൽ 9.8, എച്ച് എന്ന് പറഞ്ഞാൽ 600. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? അറൗണ്ട് 176.4 കിലോ വാട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പവർ ഡെവലപ്ഡ് കിട്ടി. ഇനി രണ്ടാമത് നമുക്ക് കണ്ടെത്തേണ്ടത് സ്പെസിഫിക് സ്പീഡാണ്. ഓക്കെ, സ്പെസിഫിക് സ്പീഡ് എന്തെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാം. തൽക്കാലം നിങ്ങൾ സ്പെസിഫിക് സ്പീഡ് കാണാനുള്ള എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കുക. സ്പെസിഫിക് സ്പീഡ് നമ്മൾ NS വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സ്പെസിഫിക് സ്പീഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ N √P ഡിവൈഡഡ് ബൈ
h raised to 5/4. ഓക്കെ, n റൂട്ട് p ഡിവൈഡഡ് ബൈ h raised to 5/4 ആണ് നമ്മളുടെ എന്ത് കാണാനുള്ള എക്സ്പ്രഷൻ, സ്പെസിഫിക് സ്പീഡ് കാണാനുള്ള എക്സ്പ്രഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ ഇതിൽ നമ്മളുടെ വാല്യൂസ് എല്ലാം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം 1500 ആണെന്ന് അറിയാം. അതുപോലെ റൂട്ട് പി എത്രയാണ്, കിലോ വാട്ടിലുള്ള റൂട്ടിൻ്റെ വാല്യൂ ആണ് ഇതുണ്ട്, ശ്രദ്ധിക്കുക കിലോ വാട്ടിലുള്ളതാണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, 176.4 ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ എത്രയാണ് 600 ഓൾ റേസ് ടു h raised to 5/4 അല്ലേ, h raised to 5/4 ദാറ്റ്സ് ഈക്വൽ ടു, ഇത് ചെയ്താൽ നമുക്ക് സ്പെസിഫിക് സ്പീഡ് അറൗണ്ട് എത്ര കിട്ടും നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കാരണം ഞാൻ പറഞ്ഞിരുന്നു ടർബൈൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു പെൽറ്റൺ വീൽ എന്താണ് ഹൈ ഹെഡ് ലോ സ്പെസിഫിക് സ്പീഡ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ലോ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അറൗണ്ട് 20ക്ക് താഴേക്ക് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. സോ അത് ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്ത് കിട്ടും, തീർച്ചയായും 6.7 RPM എന്നായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സ്പെസിഫിക് സ്പീഡും കിട്ടി. ആൻഡ് ഫൈനലി നമ്മളുടെ അടുത്ത് കാണാൻ പറഞ്ഞ ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്, എഫിഷ്യൻസി ഓഫ് ടർബൈൻ എന്നുള്ളത് അല്ലേ. സപ്പോസ് നമുക്കിത് ഓവറോൾ എഫിഷ്യൻസി ആയിട്ടാണ് കണ്ടെത്തേണ്ടതെങ്കിൽ, ഓക്കെ നമുക്ക് എന്ത് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടില്ല, എനിവേ നമ്മളത് അസ്യൂം ചെയ്യുന്നു ഓവറോൾ എഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഓവറോൾ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ ആണ് ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവർ ആണ് അല്ലേ. എന്നാൽ നമുക്കിവിടെ വാട്ടർ പവർ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു എക്സ്പ്രഷൻ ആണ് എന്ത് നമ്മളുടെ വാട്ടർ പവർ കാണാനുള്ള ഇക്വേഷൻ അല്ലേ, വാട്ടർ പവർ അത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ ഷാഫ്റ്റ് പവർ തരാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓവറോൾ എഫിഷ്യൻസി കണ്ടെത്താൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ഡാറ്റാസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിലും 15 മാർക്കായിരുന്നു നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രീവിയസ് പാറ്റേൺ വെച്ചിട്ട് എല്ലാവരും ഇതിൻ്റെ തിയറി മാത്രം പഠിച്ചു പോയിട്ട് പണി കിട്ടിയതാണ് പ്രശ്നമായത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആവർത്തിച്ച് പറഞ്ഞത് എന്ത് സമയം കിട്ടുമ്പോൾ പരമാവധി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ഫെമിലർ ആവുക എന്നുള്ളത്. ഓക്കെ, സോ ഞാൻ എന്തായാലും നീട്ടുന്നില്ല, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫ്രാൻസിസ് ടർബൈനും കപ്ലാൻ ടർബൈനും പമ്പ്സ് അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ പമ്പുകളും എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക് യു.